പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ച് വീണ്ടും ഒരു അവസരം കൂടി ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നൽകി തന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വ്യത്യസ്തമായ ജീവിതാനുഭവവും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തകളും ഒക്കെയായി ഓരോ ദിവസവും നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് കർത്താവിന്റെ ദാസൻ ജേക്കബ് ജോൺ സാറാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയതായ ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. മുഖവുര പറഞ്ഞ് കേട്ടിട്ട് ആരും സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയോ എക്സിറ്റ് ആകുകയോ ചെയ്യാതെ തുടർമാനമായി കേൾക്കുക, അവസാനം വരെ കേൾക്കുക. ചിലപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കാം നിങ്ങളെ സ്വാധീനിക്കുവാൻ, സ്പർശിക്കുവാനിടയായി തീരുക. അതായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് സഹായകരമായി തീരുന്നു. ആകയാൽ നമുക്ക് അവർക്ക് പ്രാർത്ഥന ശ്രദ്ധയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ജേക്കബ് ജോൺ സാറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായി ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സാറേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം പാഷ, സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. സാറിനെ ഒന്ന് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? പാസ്റ്ററിന്റെ പേര് ജേക്കബ് ജോൺ എന്നാണ് ഒഫീഷ്യൽ നെയിം. എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് സണ്ണി എന്നാണ്. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ എറണാകുളത്തു നിന്നാണ്. വീട്ടില് ഇപ്പൊ എന്റെ കൂടെ വൈഫുണ്ട്, എന്റെ മദറുണ്ട്. എന്റെ ഫാദർ നേരത്തെ തന്നെ മരിച്ചുപോയി. എനിക്ക് 2 സിബ്ലിങ്സ് ആണ്, അവർ നാട്ടിലുണ്ട്. 2 മക്കളുണ്ട്, അവർ രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് വിദേശത്താണ്. ഓക്കെ. വീട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ പരിചയപ്പെടുത്തിയിട്ട് വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആകട്ടെ, എന്താണ് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? മുന്നോട്ട് പോകുന്നതിന് മുൻപ് കുട്ടിക്കാലത്തേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാം. ബാല്യകാല നല്ല സ്മരണകളും മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചുമുള്ള നല്ല ഓർമ്മകള്, വിദ്യാഭ്യാസ കാലയളവിലുള്ളതായ നല്ല ഓർമ്മകൾ, മറക്കാനാകാത്ത ചിന്തകള്, കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. സാറിന് തുടർമാനമായിട്ട് സംസാരിക്കാം. തീർച്ചയായും. ഞാൻ ആദ്യമായിട്ട് അരോമ ടി വിക്കും പാസ്റ്റർ ഡാനിയൽ ജോണിനും അതുപോലെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും ദൈവനാമത്തിൽ എന്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സകല മഹത്വവും ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്റെ പേര് ജേക്കബ് ജോൺ എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ മണ്ണാറക്കുളഞ്ഞി എന്നൊരു സ്ഥലത്താണ് ജനിച്ചതും വളർന്നതൊക്കെ. എന്റെ ബാല്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ ഒരു ദാരിദ്ര്യത്തിന്റെ രോഗത്തിൻ്റെതായിട്ടൊരു ബാല്യം ഇല്ലായിരുന്നു. കാരണം എന്റെ പിതാവ് അന്ന് ഒരു അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്ന കാരണം സമ്പത്തിന് കുറവ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള മറ്റു ഇഷ്യൂസും പ്രശ്നങ്ങളൊന്നും എനിക്ക് എന്റെ ബാല്യകാലത്തില്ലായിരുന്നു. എന്നാലും കൊണ്ട് എന്റെ ബാല്യകാലം എന്ന് പറയുന്നത് ഒരു ശൂന്യതയുടെ ബാല്യകാലമായിരുന്നു. ശൂന്യത എന്ന് ഞാൻ പറഞ്ഞത് കാരണം എല്ലാം ഉണ്ടെങ്കിലും എന്റെ മനസ്സിന്, എന്റെ ഹൃദയത്തിൽ എന്തോ ഒരു ശൂന്യത എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. അത് പ്രധാനമായിട്ട് അനുഭവപ്പെടാനൊക്കെയുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൊണ്ട് ഞാൻ ക്ലാസ്സിലൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. എല്ലാ വർഷവും ഫൈനൽ എക്സാം കഴിയുമ്പോൾ തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്ക്, ഫോർ എക്സാമ്പിൾ ഞാൻ 5ാം ക്ലാസ് കഴിയുകയാണെങ്കിൽ വീട്ടിൽ വരുമ്പോഴത്തേക്ക് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ എന്നെ മാടി വിളിക്കും. കാരണം ഇതിങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം എൻ്റെ മാതാവിന് ഞാൻ വളരെയധികം പഠിക്കണമെന്നൊരു ആഗ്രഹം എൻ്റെ മാതാവിനുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ആഗ്രഹം കാരണം എനിക്ക് ഈ പഠിത്തത്തോടാണ് കൂടുതലായിട്ട് മാതാവ് താല്പര്യം കൊടുത്തത്. കാരണം അതുകൊണ്ട് എനിക്ക് ഫ്രീഡം വളരെ കുറവായിരുന്നു. അപ്പൊ ആ ഒരു ഫ്രീഡം കുറവായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൊണ്ട് എൻ്റെ മറ്റുള്ള കസിൻസ് ഒക്കെ ഇങ്ങനെ വെക്കേഷനൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുമ്പോഴേ എനിക്ക് വീട്ടിൽ മുറിക്കകത്തിരുന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ആ അവസ്ഥ വന്നപ്പോഴേ മനസ്സിലായി. കാരണം പിന്നെ എനിക്ക് എൻ്റെ ഹൃദയം അങ്ങ് വല്ലാതെ വിങ്ങിപ്പൊട്ടാൻ തന്നെ. കാരണം എൻ്റെ മറ്റുള്ള കൂട്ടുകാരും അല്ലെങ്കിൽ എൻ്റെ സിബ്ലിങ്സും ഒക്കെ ഇങ്ങനെ കളിച്ചു നടക്കുമ്പോഴേ എനിക്ക് അവരോടൊപ്പം കളിച്ചു നടക്കാൻ പറ്റുന്നില്ല. കാരണം വളരെ ലിമിറ്റഡ് ടൈം മാത്രമേ എനിക്ക് കളിക്കാനുള്ള സമയമുള്ളായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ അനേകം പേരൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മക്കളെ എങ്ങനെയും പഠിപ്പിച്ചിട്ട് കാരണം അവരെ നല്ലൊരു നിലയിൽ എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അനേകം പേരൻസ് ഉണ്ട്. പക്ഷെങ്കില് എന്താണ് സംഭവിക്കാന്ന് ചോദിച്ചാൽ കൊണ്ട് നമ്മൾ പൂമ്പാറ്റെ പോലെ പറന്നു നടക്കേണ്ടതായ പ്രായത്തില് നമ്മളെ ഒരു മുറിക്കകത്ത് അടച്ചിട്ടിട്ട് പഠിപ്പിക്കുന്ന ഒരു രീതി, കാരണം അത് അവരുടെ കുറ്റമല്ല, കാരണം അവരുടെ ഒരു ആഗ്രഹമാണ്. കാരണം മകൻ ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഒരു ആഗ്രഹമാണ്. പക്ഷെങ്കിൽ അതെന്റെ ഹൃദയത്തെ വല്ലാണ്ട് മുറിപ്പെടുത്തി എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അതുകൊണ്ട് എന്ത് പറ്റും ചോദിച്ചാൽ കൊണ്ട് എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈംസ് ഒക്കെ ഞാൻ വല്ലാണ്ട് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം എനിക്ക് എങ്ങനെയും ഫ്രീഡം വേണം, എങ്ങനെയും ലാവിഷാകണം, അങ്ങനെയുള്ള ഒരു തോന്നല് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ തുടങ്ങി, മനസ്സിലായോ? അപ്പൊ എന്ത് പറ്റും ചോദിച്ചാൽ കൊണ്ട് എപ്പോഴും എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന അപ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലും കുസൃതി കാണിക്കുകയും അങ്ങനെയുള്ള ഒരു കാര്യത്തിലോട്ട് ഞാൻ നീങ്ങിപ്പോയിക്കൊണ്ടേയിരുന്നു.
മാത്രമല്ല ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ കൊണ്ട് അനവധി സെർവൻസ് ഉണ്ടായിരുന്നു. ഈ സെർവൻസ് ആണ് എന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത് ചോദിച്ചാൽ കൊണ്ട് അവർ മൂലം എനിക്ക് ഒരുപാട് ചീത്ത സ്വഭാവങ്ങൾ പഠിക്കാനൊക്കെ ഇടയായി, സെർവൻസ് മൂലം. കാരണം ചില സമയത്ത് പേരൻസ് നമ്മുടെ വീട്ടിൽ കാണത്തില്ല, കാണാതെ വരുന്ന സമയത്ത് ഈ സെർവൻസിനെയാണ് അവർ നമ്മളെ കെയർ ചെയ്യാനൊക്കെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അപ്പൊ അവരിൽ നമുക്ക് ഒരുപാട് മോശ സ്വഭാവങ്ങൾ, ചീത്ത സ്വഭാവങ്ങൾ പഠിക്കാനൊക്കെ ഇടയായി. മാത്രമല്ല എൻ്റെ പിതാവ് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഒരു തികഞ്ഞ മദ്യപാനി അല്ലെങ്കിലും സുഹൃത്തുക്കൾ ഒന്നിച്ച് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ മദ്യപിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം മദ്യപിക്കുമ്പോഴേ മദ്യത്തിന്റെ ഒരു ചെറിയൊരു സിപ്പ് അദ്ദേഹം എനിക്ക് നിർബന്ധമായിട്ട് തരുമായിരുന്നു. കാരണം അത് എൻ്റെ ഞാനൊരു 7 8 പഠിക്കുന്ന സമയത്താണ്. അപ്പൊ അതിന്റെ ഒരു രുചി എൻ്റെ നാവിന്മേൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ കൊണ്ട് ഇത് അദ്ദേഹം ഒരു ചെറിയൊരു സിബാണ് തരുന്നത്, എന്നിട്ട് പറയും നീ ഇതിങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റ് എൻ്റെ ഉള്ളിൽ കിടന്നപ്പോഴേ അതിലൂടെ എനിക്കൊരു ചെറിയ ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയ കാലങ്ങളായിരുന്നു. കാരണം ഒന്നാമത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം, എനിക്ക് ഫ്രീഡം ഇല്ല, കിട്ടുന്ന ഫ്രീഡം മിസ്യൂസ് ചെയ്യണം, പിന്നെ ഉള്ള ഈ മറ്റുള്ള ചീത്ത കൂട്ടുകൾ, ഇങ്ങനെ എൻ്റെ ജീവിതം പൊക്കോണ്ടേയിരുന്നു. അങ്ങനെ ഒന്ന് പഠിത്തത്തിൽ ഞാൻ വളരെ മോശമായിട്ട് മാറി. കാരണം പഠിക്കാനെ കൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാതെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴ് കാരണം വീട്ടിലെ ഇഷ്യൂസ് ആയി. കാരണം എനിക്ക് പഠിക്കണം എന്ന് ഒട്ടും ആഗ്രഹമില്ല. കാരണം എൻ്റെ ആഗ്രഹം മുഴുവൻ ലാവിഷ് ലൈഫ് നയിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുക. ഞാൻ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ഇതൊക്കെയായി എനിക്ക്. കാരണം അന്ന് അതൊരു വലിയ സംഭവമാണ്. ഇന്ന് അതൊരു സംഭവമല്ല. ഇന്ന് 5 വയസ്സുള്ള കുട്ടിയെ കാർ ഓടിക്കുന്ന സമയമാണല്ലോ. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ ഒരു വലിയ സംഭവമായിരുന്നു. അപ്പൊ എൻ്റെ ചിന്തകളും എൻ്റെ നോട്ടങ്ങളും ഒക്കെ ആ മുന്നോട്ടുള്ള യാത്ര അങ്ങനെയാണ്. കാരണം എനിക്ക് പഠിക്കണമെന്നോ അല്ലെങ്കിൽ പഠിച്ചിട്ടൊരു ജോലി സമ്പാദിക്കുന്ന ഒരു ആഗ്രഹം എനിക്കില്ല. കാരണം ഫാദറിന് പണമുണ്ട്, എല്ലാ ജീവിത സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഞാൻ SLC എക്സാം വന്നു. SLC എക്സാം വരുമ്പോൾ ആ വർഷം ഞാൻ എക്സാം എഴുതിയ വർഷം 27% റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ കൂടെ പഠിച്ചിരുന്ന എന്നെക്കാട്ടിലും മിടുക്കരായിട്ടുള്ള പലരും ഫെയിലായി. കാരണം അവർ തോറ്റു വരുന്ന സമയത്ത് അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും അറിയാം, കാരണം ഞാൻ തോക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്നെക്കാട്ടിലും മിടുക്കരൊക്കെ തോറ്റല്ലോ. പക്ഷെ അതിൽ ഒരു ആൾ എൻ്റെ അടുത്ത്, ഒരു സ്റ്റുഡന്റ്, എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പാസ്സായിട്ടുണ്ട്, നിന്റെ പേര് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ സ്കൂളിൽ ജേക്കബ് ജോൺ ഞാൻ മാത്രമല്ലാണ്ട് വേറെ ആരും ഇല്ല. അപ്പൊ എനിക്കതൊരു സംശയമാണ്, കാരണം ഇവൻ എന്നെ കളിയാക്കിയതാണോ. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എങ്ങനെയോ പാസ്സായി. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ പാസ്സായി എന്നുള്ള വാസ്തവമാണ്. ഏതായാലും അത് കഴിഞ്ഞിട്ട് ഏത് കോളേജിൽ ചേർക്കണം എന്നൊക്കെ ഫാദറിന് കൺഫ്യൂഷനെ, വെളിയിൽ എവിടെയും പെടുന്നപ്പം മദർ പറഞ്ഞു എങ്ങും വേണ്ട, ഇവിടെ തന്നെ മതി, കാരണം അവരുടെ കൺട്രോളിൽ നിൽക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അവർ പറയുന്നത്. അങ്ങനെ എന്നെ കൊണ്ട് കോളേജിൽ ചേർത്ത്. പക്ഷെങ്കിൽ അവിടെ ഇത് തന്നെയാണ്. കാരണം എനിക്ക് പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല. കാരണം എൻ്റെ ഗ്രാജുവേഷൻ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കാരണം എനിക്ക് താല്പര്യമില്ല പഠിക്കാനെ കൊണ്ട്. എൻ്റെ ചിന്തകൾ മുഴുവൻ ചെറിയ ഈ ജീവിതം, ലാവിഷ് ലൈഫ് എങ്ങനെ നടത്താം, അല്ലെങ്കിൽ എങ്ങനെ ലാവിഷായിട്ട് ജീവിക്കാം, അതൊക്കെയാണ് എൻ്റെ ചിന്തകളിലോട്ട് കടന്നു വന്നത്. അങ്ങനെയായി. കാരണം എനിക്ക് ഒന്നിനും മുന്നോട്ട് പോകാനെ കൊണ്ട് യാതൊരു താല്പര്യവുമില്ല. കാരണം എൻ്റെ മുന്നോട്ടുള്ള ഹയർ സ്റ്റഡീസ് ഒക്കെ അങ്ങനെ സ്റ്റോപ്പായി വരികയാണ്. ഞാൻ മദ്യപാനത്തിലായിട്ടൊക്കെ ഇങ്ങനെ ചെറിയ മാറിക്കൊണ്ടിരിക്കുന്ന സമയം സിഗരറ്റ് വലിക്കും, അങ്ങനെ ഒരു ഇതിലോട്ട് ഞാൻ മാറി. അങ്ങനെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ഞാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ വഴക്കും പ്രശ്നവും ബഹളവും ഒക്കെ ആയി, നാട്ടിലൊക്കെ പ്രശ്നമായി കഴിഞ്ഞപ്പോഴേ എൻ്റെ ഒരു നെയ്ബർ ഉണ്ടായിരുന്നു, അങ്കിള് പിന്നെ ബോംബെയിലായിരുന്നു. പുള്ളി ഒരു പ്രാവശ്യം ബോംബെ നാട്ടിൽ വന്നപ്പോഴേ എൻ്റെ മദർ ചോദിച്ചു എന്നെ കൂടെ ബോംബെക്ക് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. അങ്ങനെ എന്നെ ബോംബെക്ക് കൊണ്ടുവന്ന് പുള്ളി ഏൽക്കുകയും ഞാൻ ബോംബെക്ക് പോവുകയും ചെയ്തു. ഞാൻ ബോംബെ ചെന്നപ്പോൾ താമസിച്ചത് എൻ്റെ ഫാദറിന്റെ ഒരു പഴയ സ്റ്റാഫിന്റെ കൂടാണ്. അപ്പൊ അദ്ദേഹം ആ ബഹുമാനം വെച്ചിട്ട് എനിക്ക് മദ്യമൊക്കെ ഫ്രീ ആയിട്ട് കൂടുതൽ വാങ്ങിച്ചു കൊടുത്തിരുമായിരുന്നു. ഈനാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ ഞാൻ ചെന്ന് വീണത് നല്ലൊരു സ്ഥലത്താണ്. കാരണം അതുവരെ കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു കിളിയെ നമ്മൾ എങ്ങനെ തുറന്നു വിടുന്നോ ആ ഒരു ഫ്രീഡമാണ് എനിക്ക് അവിടെ കിട്ടിയത്. അപ്പൊ ഞാൻ അന്നേരം പെട്ടു. കാരണം എപ്പോഴും ഞാൻ ഓർക്കും, കാരണം ഇപ്പോഴും ഞാൻ എന്താ പറയുന്നത് അറിയുമോ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം. കാരണം എൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടാത്ത ഒരു കാര്യമാണ്. കാരണം അവരൊരു പാരമ്പര്യ ക്രിസ്ത്യാനി ആളായിരുന്നു, മനസ്സിലാക്കുക. കാരണം മർത്തമേറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുടുംബമാണെങ്കിൽ പോലും എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള വചന സംബന്ധമായിട്ടുള്ള യാതൊന്നും എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. കാരണം അങ്ങനെ ഒരു ചടങ്ങില്ല, ഭാഷക്കറിയാം. കാരണം അങ്ങനെ ഒരു ചടങ്ങ് ആർക്കും ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി, കാരണം എൻ്റെ ജീവിതം, കാരണം നമ്മള് സൺഡേയിൽ ചർച്ചിൽ പോകുന്നു, അല്ലെ സൺഡേ സ്കൂളിൽ പോകുന്നു, അതോടെ നമ്മുടെ ആ ഒരാഴ്ചത്തെ ലൈഫ് കഴിയും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ഒരു വചന സംബന്ധമായിട്ടുള്ള ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടില്ല. അത് കാരണം എൻ്റെ ജീവിതം വീണ്ടും ഇങ്ങനെ വളരെ മോശമായ രീതിയിലോട്ട് മുന്നോട്ട് പോക്കേണ്ടിയിരുന്നു, മനസ്സിലായി. കാരണം ബോംബെയിൽ ഞാൻ എല്ലാവിധ, അതായത് മദ്യപാനം മുതലോട്ട് എല്ലാ പാപത്തിനും എല്ലാ തെറ്റുകളും ഞാൻ ഇങ്ങനെ അകപ്പെട്ട് കഴിഞ്ഞു. കാരണം അങ്ങനെയായി മദ്യപാനം അങ്ങ് വല്ലാണ്ട് കൂടി. കാരണം നിയന്ത്രിക്കാനെ കൊണ്ട് ആരുമില്ല. അങ്ങനെ ഒരു ദിവസം എനിക്ക് പെട്ടെന്നൊരു അസുഖം വന്നു. എന്തോ ഒരു ചുമ എന്തോ വന്ന് പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ
ഡോക്ടർ പ്രിസ്ക്രിപ്ഷന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി എഴുതി തന്നു, ഇനിയും മേലിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി തന്നു. അപ്പൊ എന്റെ ബാല്യകാലവും കൗമാരകാലവും ഒക്കെ ഏതാണ്ടൊക്കെ അവിടെ കൊണ്ട് അവസാനിച്ചു. ഞാൻ യൗവനത്തിലോട്ട് കയറുകയാണ്. അപ്പൊ യൗവനത്തിലോട്ട് കയറുന്ന നേരമാണ് എനിക്ക് വിദേശത്ത് പോകാനെ കൊണ്ടൊരു വേക്കൻസി വന്നു. അതെന്റെ ഒരു അങ്കിൾ എനിക്കൊരു വിസ അറേഞ്ച് തന്നതാണ്. അങ്ങനെ വിദേശത്തേക്ക് പോകാനെ കൊണ്ട് ഈ വിസ വന്നു. വിസ വന്നപ്പോഴേ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയായിരുന്നു ട്രാവൽ ഏജന്റ്. ഞാൻ ഈ വിസയുടെ പേപ്പേഴ്സ് ഒക്കെ അവന്റെ കയ്യിൽ കൊടുത്തു. അവൻ പറഞ്ഞു ഓക്കെ, അവന് പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് എൻ്റെ ഇമിഗ്രേഷൻ പൈസ ഒക്കെ കെട്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ടിക്കറ്റ് എടുത്ത് കൊണ്ട് തന്നിട്ട് പറഞ്ഞു നീ പൊക്കോ, എല്ലാം ശരിയാന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കണ്ട് അന്നത്തെ വിസ അടിച്ച് പോകുന്ന പ്രൊസീജിയേഴ്സ് ഒരുപാട് വേറെയാണ്. കാരണം അതിന് മെഡിക്കൽ ഉണ്ട്, വിസ സ്റ്റാമ്പ് അതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് ഇവൻ എന്നോട് പറഞ്ഞു കുഴപ്പം, അവൻ അറിയില്ലായിരുന്നു, അതാണ് എന്റെ വാസ്തവം. അവൻ അങ്ങനെ എന്നെ ബോംബെ എയർപോർട്ടിൽ അവരെല്ലാവരും ഫ്രണ്ട്സ് എല്ലാം കൂടെ എന്നെ ബോംബെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷം മനസ്സിലായ, കാരണം ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ചെക്ക് ഇൻ ചെയ്യാനെ കൊണ്ടൊരു ലേഡി ആയിരുന്നു അവിടെ ഇരുന്നത്. അവരെന്നോട് ചോദിച്ചു വിസയുടെ കാര്യങ്ങളൊക്കെ. ഞാൻ ഈ പേപ്പേഴ്സ് ഒക്കെ കാണിച്ചു, അവർക്കൊന്നും മനസ്സിലായില്ല. അവരെനിക്ക് എക്സിറ്റ് അടിച്ചത് ഞാൻ അങ്ങനെ ഫ്ലൈറ്റിൽ ഇറങ്ങി പോവുകയും ചെയ്തു. ഞാൻ ചെല്ലേണ്ട ആ രാജ്യത്ത് ചെന്ന് ഇറങ്ങി എല്ലാവരും ലൈൻ നിൽക്കുന്നപ്പോൾ ഞാനിവിടെ ലൈൻ നിന്ന് കഴിഞ്ഞപ്പോഴേ ഞാൻ നോക്കിയപ്പോഴേ എല്ലാവരുടെയും വിസയുടെ ഒരു കോപ്പി അവിടെ ഉണ്ട്, മനസ്സിലായി. എൻ്റെ മാത്രം കാണുന്നില്ല. പെട്ടെന്ന് ഒരു ഓഫീസർ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു മലയാളിയായിരുന്നു, അദ്ദേഹത്തോട് ചോദിച്ചു എൻ്റെ വിസയുടെ കോപ്പി ഇവിടെ കാണുന്നില്ല, എന്ത് പറ്റി? അദ്ദേഹം പെട്ടെന്ന് എൻ്റെ കയ്യെ പിടിച്ചോണ്ട് ഒറ്റ ഓട്ടോ എന്നെ കൊണ്ട്. അപ്പൊ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ എന്നെ സ്വീകരിക്കാനൊക്കെ ഉണ്ട്, എന്നെ കൊണ്ടുപോകാനൊക്കെ ഉണ്ട്. എൻ്റെ അങ്കിളൊക്കെ വെളിയിൽ നിൽപ്പുണ്ട്. ഇദ്ദേഹം വയർലെസ് കൂടെ എന്തൊക്കെയോ മെസ്സേജ് കൊടുക്കുന്നു, എന്നെ കൊണ്ട് പോകുന്നു. പെട്ടെന്ന് ഒരു പോലീസ് കാറിൽ എന്നെ കയറ്റുന്നു. ഈ ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങിയ ഫ്ലൈറ്റിന്റെ അടുത്തോട്ട് കാറ് പോകുന്നു, എന്നെ ഫ്ലൈറ്റിൽ കയറ്റുന്നു. ഞാൻ തിരിച്ചു പോരുന്നു. അപ്പൊ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ഈ ഓഫീസിന്റെ അടുത്ത് എന്താ സംഭവം, അത് നീ വിസ അടിക്കാണ്ടാ വന്നേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഫ്ലൈറ്റിന് കയറി പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവിടെ ജയിലിലോട്ടാണ് പോകേണ്ടത്. അപ്പൊ ദൈവം എനിക്ക് വേണ്ടി ഒരു ദൂതനെ അവിടെ കരുതിയിരുന്നു, കാരണം അതാണ് എൻ്റെ വാസ്തവം. പക്ഷെ അതൊന്നും അന്നേരം മനസ്സിലാക്കാനുള്ള അറിവോ ഒന്നും എനിക്കില്ലായിരുന്നു. കാരണം അതൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് കർത്താവ് തന്റെ ദൂതനെ അയച്ചിട്ട് എന്നെ അവിടുന്ന് മാറ്റിയതായിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ജയിലിൽ കഴിയേണ്ടി വന്നേനെ. അങ്ങനെ ഞാൻ ആ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ വളരെ വിഷമത്തോടെ, കാരണം 21 വയസ്സ് പ്രായമേ ഉള്ളൂ, വളരെ വിഷമത്തോടെ ഞാൻ ഇങ്ങനെ തിരികെ ഫ്ലൈറ്റിൽ വന്നപ്പോൾ പലരും വന്നതിനോട് ചോദിക്കുന്നുണ്ട്, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ ബോംബെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഇതേപോലെ തന്നെ ആദ്യം ഒരു ഓഫീസർ അവിടെ വന്നിട്ട് അദ്ദേഹം ഒരു 4650 രൂപയുടെ ഒരു റെസിപ്റ്റ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് നീ തിരിച്ച് ഇങ്ങോട്ട് വന്ന ഫ്ലൈറ്റ് ചാർജ് ആണ്, ഇത് നീ തന്നിട്ട് നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനൊന്നും പറഞ്ഞില്ല. അദ്ദേഹം എൻ്റെ കയ്യിൽ തന്നു. പെട്ടെന്ന് വീണ്ടും അതുപോലെ തന്നെ പോലീസുകാർ വന്നിട്ട് എന്നെയും കൊണ്ട് അവരെ എമിഗ്രേഷന്റെ അടുത്ത് എയർപോർട്ട് എമിഗ്രേഷൻ ഓഫീസിനകത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ കുറെ ആൾക്കാർ എൻ്റെ ഡയറക്ടേഴ്സ് കയറിപ്പോണ്ട് അവരെന്നോട് കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല. ഞാനിങ്ങനെ അവിടെ ചെന്ന് ഒരാൾ എന്നെ ഇങ്ങനെ പിന്നെ ചെക്ക് ഇൻ ചെയ്തു. ഞാൻ പോയി അവിടെ തിരിച്ചു വന്നു. അപ്പൊ പറഞ്ഞില്ല, നീ ചെയ്ത 2-3 ക്രൈമാണ്. ഒന്നാമത് നീ പാസ്പോർട്ട് ഓഫീസിൽ നീ വ്യാജ ഒപ്പാണ് ഇട്ടേക്കുന്നത്, അതൊരു പാസ്പോർട്ട് ഓഫീസിന്റെ ഒപ്പല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, കാരണം ഞാൻ എമിഗ്രേഷൻ കിട്ടിയതിന്റെ പൈസ, അപ്പൊ എന്റെ റെസിപ്റ്റ് ഞാൻ കാണിച്ചിരുന്നു. അപ്പൊ അവർ പറഞ്ഞു അങ്ങനല്ല, കാരണം അവരെന്നെ എല്ലാ റെക്കോർഡ്സും അവിടെയുള്ള എല്ലാ പാസ്പോർട്ട് ഓഫീസേഴ്സിന്റെ സിഗ്നേച്ചറിനെ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, കണ്ടോ ഈ സിഗ്നേച്ചർ നിന്റെ പാസ്പോർട്ടിലെ സിഗ്നേച്ചറിട്ട് മാച്ച് ആകുന്നില്ല, അതിൻ്റെ അർത്ഥം നീ എന്തോ അതിനകത്ത് ഇത് ചെയ്തിട്ടുണ്ട്, എന്തോ തിരുത്തൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കരയാൻ തുടങ്ങി. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചിട്ട് അവരിങ്ങനെ ആലോചിച്ചിരുന്നതിന് ശേഷം എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാനൊരു 1.5 മണിക്കൂർ ഇരുന്നപ്പോഴേ പെട്ടെന്ന് ഒരു മനുഷ്യൻ അവിടെ കടയിൽ കയറുന്ന വരികയാണ്. അദ്ദേഹം അവിടുത്തെ ഒരു ഓഫീസറായിരുന്നു. അദ്ദേഹം വന്ന് എന്നോടൊന്നും ചോദിച്ചില്ല. അദ്ദേഹം വന്നിട്ട് ഒരു 6000 റുപ്പീസ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നീ 4500 രൂപ ഈ എയർ ഇന്ത്യയുടെ പൈസ കെട്ടിയിട്ട് നീ പോയിട്ട് വിസ അടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ എന്നിട്ട് ഞാൻ നിന്നെ കയറ്റി വിട്ടോളാന്ന് പറഞ്ഞു. അദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഇദ്ദേഹം വരുമ്പോൾ ആൾക്കാരൊക്കെ എഴുന്നിട്ട് സല്യൂട്ട് ചെയ്യുന്നുണ്ട്. ഏതൊരു വലിയൊരു ഓഫീസറാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ തിരിച്ച് വീണ്ടും ബോംബെയില് ഫ്ലാറ്റിൽ ചെന്നിട്ട് വീണ്ടും ആ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ്, കാരണം വീണ്ടും ഞാൻ തിരിച്ച് വിസ അടിച്ചിട്ട് ഞാൻ വീണ്ടും ആ വിദേശത്തേക്ക് തന്നെ പോകാനെ കൊണ്ട് എനിക്ക് ദൈവം കൃപ ചെയ്തു. കാരണം മാനുഷികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എനിക്കവിടെ കാലുകുത്താൻ പറ്റത്തില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ അന്നും അദൃശ്യനായ ദൈവം, ഞാൻ സ്നേഹിക്കാത്തൊരു ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു, എന്നെ കരുതുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. ഇതൊന്നും ഞാനൊന്നും മനസ്സിലാക്കിയില്ല. കാരണം ഞാൻ ഈ ലോകത്തിന്റെ മോഹങ്ങളാണല്ലോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിനോടൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഈവൻ ഒരു ബൈബിൾ പോലും വന്ന് എൻ്റെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് ഞാൻ ഉയരങ്ങളിലേക്ക് എത്താൻ തുടങ്ങി. പല ബിസിനസ്സും സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചു തുടങ്ങി. അതിന് മുമ്പ് ഞാൻ അതിനിടയ്ക്കായിട്ട് ഞാൻ വിവാഹം കഴിച്ചു. ദൈവം എനിക്ക് നല്ലൊരു ഭാര്യയെ തന്നു, കുഞ്ഞുങ്ങളെ തന്നു. ഞങ്ങൾ എല്ലാവരും വീണ്ടും കുടുംബമായിട്ട് വിദേശത്താണ്. അങ്ങനെ ഈ ബിസിനസ്സുകളൊക്കെ ഇങ്ങനെ പല ബിസിനസ്സിലും നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴേ എൻ്റെ ഉള്ളിൽ എനിക്കൊരു അഹങ്കാരം തോന്നി. കാരണം ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. പലരും എന്നോട് പല സ്തുതിപാഠകരും വന്നു. കാരണം ഒന്നാമത് ഏജ് കുറവാണ്. അപ്പൊ അവർ ചോദിക്കും, മനസ്സിലായി നീ ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തന്നെ ഒരു അഹങ്കാരം ഉണ്ടായി. ഇത് എൻ്റെ കൈ കൊണ്ടാണ് ഞാനതൊക്കെ ഉണ്ടാക്കിയെന്നൊരു അഹങ്കാരം എനിക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോഴേ
ഒരു ദിവസം, അതായത് ദാവീദിന്റെ അടുത്ത് ഒരു നാഥാൻ പ്രവാചകനെ ദൈവം അവന്റെ പാപം ഉണർത്തിക്കാനെ കൊണ്ട് വിട്ടതുപോലെ ഒരു ദിവസം ഒരു പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അന്ന് ഞാൻ വീട്ടിലില്ല, ഞാൻ എൻ്റെ ഓഫീസിലാണ്. വന്നിട്ട് ആ പാസ്റ്റർ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഭാര്യയോട് എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ ഭാര്യ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് വരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റത്തില്ല, ഓഫീസിലാണ്. എന്തേ കാരണം ചോദിച്ചു. പറഞ്ഞു, ഇവിടെ ഒരു പാസ്റ്റർ വന്നിട്ടുണ്ട്, അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ടൊന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല. പ്രത്യേകിച്ച് എന്ന പെന്തക്കോസുകാർ നിൽക്കണം, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്, അവരെ ഞാൻ ഒരു തരത്തിൽ കൂടി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളല്ലെന്ന്. കാരണം അവരുടെ ഈ അന്യഭാഷയ്ക്ക് മറുഭാഷയൊന്നും അവരുടെ സ്നാനപ്പെടുത്തുന്നതൊന്നും എനിക്ക് ഒട്ടും താല്പര്യമുള്ള കൂട്ടത്തിലല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും നന്മ കൊടുത്തിട്ട് നീ അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നു പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയി. പക്ഷെ ഞാൻ പറയട്ടെ, കറക്റ്റ് 6 മാസം കഴിഞ്ഞപ്പോഴേ എന്റെ ബിസിനസ് ഓരോന്നോരോന്നായിട്ട് തകരാൻ തുടങ്ങി. അങ്ങനെ ഒരു വർഷം കൊണ്ട് ഞങ്ങളുടെ എല്ലാ ബിസിനസ്സും അവിടെ തകർന്നു പോയിട്ട് ഞങ്ങൾ തിരികെ നാട്ടിൽ വരികയാണ്. തിരികെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ, കാരണം എനിക്ക് ഈ റിപ്പന്റ് ചെയ്യാനെ കൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിലോട്ട് വരാനെ കൊണ്ട് എനിക്ക് താല്പര്യം തോന്നിയില്ല അന്നേരം. കാരണം ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ വന്നത് പറഞ്ഞു, എന്താണ് പറഞ്ഞതെന്ന് എൻ്റെ വൈഫിനും ഓർമ്മയില്ല, എനിക്കും ഓർമ്മയില്ല. ഞങ്ങളത് അത്ര കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. പക്ഷെങ്കിൽ നാട്ടിൽ വന്നിട്ട് നമ്മൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേ എൻ്റെ വീട്ടുകാർക്ക്, അതായത് എൻ്റെ മദർ മാത്രം വീട്ടിലുണ്ട്, എൻ്റെ വീട്ടുകാർക്ക് ഞാൻ അവിടെ നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇവിടെ നിൽക്കരുത്, കാരണം അതെനിക്കൊരു നാണക്കേടാണ്. കാരണം വലിയ വലിയ പ്രതാപത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചെന്നിട്ട് നമുക്കൊന്നുമില്ലാത്തൊരവസ്ഥയിലോട്ട് വന്നപ്പോൾ അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തു, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ പ്രസവിച്ച കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ആ വാക്യങ്ങളൊക്കെ പിന്നീടാണ് എനിക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങള് അവിടുന്ന് തമിഴ്നാടിന്റെ പ്രദേശത്തേക്ക് ഞങ്ങൾ പോവുകയാണ് കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട്. തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞങ്ങളൊരു വീടൊക്കെ വാടകയ്ക്ക് എടുത്തു. മുന്നോട്ട് എങ്ങനെ പോകണം, കാരണം ഒരു വൈരാഗ്യവും വാശിയും ദേഷ്യവും ഒക്കെ. അതിൻ്റെ ഇടയ്ക്ക് പറയട്ടെ, കാരണം എൻ്റെ കയ്യിൽ ഒരു 10-25 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ 2 പേർക്കായിട്ട് അവരോടൊക്കെ ബിസിനസ് ചെയ്യാനെ കൊണ്ട്, എൻ്റെ തന്നെ ബിസിനസ് അത് മുന്നോട്ട് റൺ ചെയ്യാനെ കൊണ്ട് ഞാൻ കൊടുത്തു. എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഇതിന്റെ ഒരു പ്രോഫിറ്റിന്റെ ഒരു വീതം നിങ്ങൾ എൻ്റെ കടം വീട്ടണം, ബാക്കി വീതം നിങ്ങൾ എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞു. നാട്ടിലോട്ട് ചെലവിന് അയച്ചു തന്നു. പക്ഷെ അവരൊന്നും ചെയ്തില്ല, അവരയച്ചു തന്നില്ല. അവരുടെ എഗ്രിമെന്റ് ഒക്കെ എൻ്റെ ഉണ്ട്. പക്ഷെ ഞാൻ കേസിനൊന്നും പോകാൻ പോയില്ല. അങ്ങനെ നിന്ന് വീണ്ടും മദ്യപാനം ഭയങ്കരമായിട്ട് കൂടി. കാരണം നിരാശയും വിഷമവും പ്രയാസവും മദ്യപാനം വന്ന് വല്ലാണ്ട് കൂടി. അതെന്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം എങ്ങനെയും പൈസ ഉണ്ടാക്കണം എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലോട്ട് കയറി വരുന്ന നേരം. അപ്പൊ അതിനുവേണ്ടി ഏത് വഴിയിൽ കൂടെയും പോകാൻ ഞാൻ തയ്യാറാണ്. അപ്പോഴും മദ്യപിച്ചിട്ട് ഡ്രൈവ് ചെയ്യും, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയായി ഒരു ദിവസം വൈഫൊക്കെ വളരെ വിഷമിച്ച് മനസ്സിലായി. അപ്പൊ ഒരു ദിവസം ഞാൻ മദ്യപിക്കാത്തൊരു ദിവസം ഞാൻ ഇരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോ എന്നോടൊരു ശബ്ദം കേട്ടു, നിന്റെ ഈ പോക്ക് എങ്ങോട്ടാണ്. അത്രമാത്രം ഞാൻ കേട്ടുള്ളൂ, വേറൊന്നും ഞാൻ കേട്ടില്ല. അത് വചനത്തിൽ അങ്ങനെ ഒരു ശബ്ദം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷെ എന്നോട് സംസാരിച്ചൊരു ശബ്ദമാണത്. പെട്ടെന്ന് ഞാൻ വളരെ ഒന്ന് ചിന്തിച്ച്, എന്താണ് ഈ പറഞ്ഞത്, ആരാണ് എന്നോട് സംസാരിക്കുന്നത്? ഞാൻ ആരെയും കണ്ടില്ല. പക്ഷെങ്കിൽ അന്ന് എൻ്റെ മദ്യപാനവും സുഖത്തോടെ നിർത്താൻ സ്വർഗത്തിലെ ദൈവം എന്നെ അനുഗ്രഹിച്ച് ഇടയാക്കി എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബൈബിൾ കൂടുതലായിട്ട് പഠിക്കുകയും ഞങ്ങൾ പോയി സ്നാനപ്പെടുകയൊക്കെ ചെയ്തു. മദ്രാസിലാണ് ഞങ്ങൾ സ്നാനപ്പെടുന്നത്. സ്നാനപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരാൻ കൊണ്ട് തുടങ്ങി. പക്ഷെ അപ്പോൾ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് മാറ്റം വരുന്നുണ്ടെങ്കിലും ഭൗതികം ഞങ്ങളുടെ തീർത്തും തകർന്നു പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. കാരണം ഇൻകം ഒന്നുമില്ല, വരുമാനം ഒന്നുമില്ല, കയ്യിലുള്ള കുറച്ച് പൈസയും സ്വർണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നത്. കാരണം അത് ഏത് സമയം അസോഴ്സ് നിൽക്കും. എന്നാൽ ആരാധിക്കാനെ കൊണ്ടും ആരാധനയിൽ കടന്നു പോകാനെ കൊണ്ടും ഒക്കെ ദൈവം നമുക്ക് അവസരം തന്നു. അത് ഞങ്ങൾ നല്ലവണ്ണം യൂസ് ചെയ്തു. അന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൊണ്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയാലെ കൊണ്ട് പോയിരുന്നു മുട്ടമിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ദൈവത്തിനെ കൊണ്ട് മാത്രമേ, കർത്താവിനെ കൊണ്ട് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നൊരു ബോധ്യം നമുക്കന്ന് വന്നു. അന്നാണ് ഈ ബാല്യകാലത്തിൽ ചെയ്ത കുറവുകളും അല്ലെന്നുണ്ടെങ്കിൽ ടീനേജിൽ വന്ന പാപങ്ങളും തെറ്റുകളും ഒക്കെ നമുക്കൊന്ന് ബോധ്യം വന്നു. കാരണം അന്നായിരുന്നു ചെയ്യരുതായിരുന്നു, ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. പക്ഷെങ്കിൽ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണെന്നും ദൈവം സ്നേഹവാനാണെന്നും ദൈവം പാപം ക്ഷമിക്കുന്ന ദൈവമാണെന്നൊക്കെ നമുക്ക് ബോധ്യം വന്നപ്പോഴേ നമ്മൾ ആ ദൈവത്തിന് നമ്മൾ സമ്പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് വീണ്ടും വിദേശ രാജ്യത്തേക്ക് പോകാനെ കൊണ്ടൊരു ചാൻസ് വന്നു. ആ ഒരു ചാൻസ് വരുമ്പോഴേ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തിലോട്ട് പോകാനെ കൊണ്ടപ്പം ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അവിടെ സാലറി ഒക്കെ വളരെ കുറവാണ്. അപ്പൊ എനിക്ക് വലിയ ഹ്യൂജ് എമൗണ്ട് വേണം ഒരു മാസം സർവൈവ് ചെയ്യാനുണ്ടെങ്കിൽ തന്നെ. ഞാൻ അങ്ങനെ വളരെ വിഷമിച്ചു. അന്ന് നിത്യതയിൽ പറഞ്ഞ കർത്താവിന്റെ ദാസി മേരി കോവൂര് അമ്മച്ചി വന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സണ്ണി, നമ്മുടെ ദൈവം റേഷന്റെ ദൈവമല്ല, നിന്റെ ആവശ്യത്തിന് തരുന്ന ദൈവമാണ്. ആ ഒരു വാക്ക് എന്നെ വല്ലാണ്ട് ബലപ്പെടുത്തി. ഞാൻ അങ്ങനെ പിറ്റേ ദിവസം ഫ്ലൈറ്റിന് കയറി ആ ദേശത്ത് പോവുക ചെയ്തത്.
അവിടെ ചെന്ന് 2 മാസം എനിക്ക് യാതൊരു ജോലിയും കിട്ടിയില്ല. എന്നാലെ കൊണ്ട് 2 മാസം കഴിഞ്ഞപ്പോൾ ദൈവം വളരെ അത്ഭുതമായിട്ട് എനിക്ക് വഴി തുറന്നു. ഒരു വലിയ ഒരു ജോലി, ഞാൻ അന്ന് ആരുടെയും ജോലി ചെയ്തിട്ടില്ല. ഇത് ജോലിയല്ല, ഞാനൊരു വർക്കിംഗ് പാർട്ണറായിട്ട് ഞാനൊരു മനുഷ്യനോട് ജോയിൻ ചെയ്തു. വളരെ നല്ല ശമ്പളം, അട്രാക്ട് എല്ലാം എന്തൊക്കെ ഉണ്ട്. അപ്പം തന്നെ എൻ്റെ പെട്ടെന്ന് തന്നെ ഫാമിലി എനിക്ക് കൊണ്ടുപോകാനൊക്കെ ഒന്ന് സാധിച്ചു. അവിടെ ചെന്നതിന് ശേഷം മനസ്സിലായ, കാരണം ഞങ്ങള് കർത്താവിന്റെ വേലയിലോട്ട് ഞങ്ങൾക്ക് ഇറങ്ങാനെ കൊണ്ട് വളരെ കൃപ ദൈവം തന്നുള്ളതാണ്. കാരണം ആത്മഹത്യയിലേക്ക് പോകാനെ കൊണ്ട് ഒരു ഫാമിലിയെ തിരിച്ചു കൊണ്ടുവന്നു. മദ്യപാനത്തിലും സംശയത്തിലും ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു കുടുംബത്തെ തിരിച്ചു കൊണ്ടുവന്നു. അതുകൂടാതെ ഞങ്ങള് ഈ ബാച്ചിലേഴ്സ് ആയിട്ട് നിൽക്കുന്ന, അതായത് ക്യാമ്പിൽ പോയിട്ട് ബാച്ചിലേഴ്സിനെ ഞങ്ങൾ എടുത്തുകൊണ്ട് ഞങ്ങൾ 2-3 കാറിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവരോട് സുവിശേഷം പറയാനെ കൊണ്ടിടയായി. അപ്പൊ അവരൊരു ഡിമാൻഡേ വെച്ചുള്ളൂ, മാതാവിനെ വിട്ടിട്ടും പരിമലത്തിന്മേനെ വിട്ടിട്ടും ഒരു കാര്യത്തിന് ഞങ്ങളില്ല. ഞങ്ങൾ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. എന്നാലെ കൊണ്ട് അത്ഭുതം എന്ന് പറയട്ടെ, അതിനകത്ത് അനേകർ അവിടെ സ്നാനപ്പെടാനെ കൊണ്ട് ദൈവം അവസരം തന്നു. അനേകർ സ്നാനപ്പെട്ടു. അതിനകത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഇന്ന് നാട്ടില് പാസ്റ്റേഴ്സായിട്ടും ശുശ്രൂഷന്മാരായിട്ടും കേരളത്തിന്റെ വെളിയിലൊക്കെ ജോലി ചെയ്യുന്നു. അവർ 1-2 പേരൊക്കെ എന്നെ വന്ന് കണ്ടിരുന്ന വിളിച്ചു. അതൊക്കെ വളരെ സന്തോഷം. കർത്താവ് നമ്മൾ എങ്ങനെ എടുത്ത് ഉപയോഗിച്ചതിനകത്ത് വളരെ സന്തോഷം ഉണ്ടായിരുന്നു. എന്നാലും കൊണ്ട് ജീവിതം ഇങ്ങനെ പോകുമ്പോൾ തന്നെ അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിൽ പറയുന്ന പോലെ തെക്കൻ കാശ് മന്ദമായിട്ട് ഊതുകയായ കാര്യം സാധിച്ചെന്ന് അവർക്കൊരു തോന്നലുണ്ടായ പോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ എല്ലാം വളരെ സ്മൂത്ത് ആണെന്നൊരു തോന്നൽ നമുക്കുണ്ടായി. മക്കൾ പഠിക്കുന്നു, നല്ല ജോലിയുണ്ട്, നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടി. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു തോന്നലുണ്ടായി. എന്നാലെ കൊണ്ട് പക്ഷെ അതൊരു ഈശാനാമൂലന്റെ ഒരു ആരംഭമായിരുന്നു, നമ്മൾ അറിഞ്ഞില്ല അന്നേരം. അങ്ങനെ എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ ബോസുമായിട്ട് ഒരു ചെറിയ ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ട് ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോരേണ്ടി വന്നു. ഇവിടെ നിന്ന് എല്ലാം കളഞ്ഞിട്ട് നാട്ടിലേക്ക് പോരേണ്ടി വന്നു. അങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും എന്താണ്, അപ്പോഴും ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും മനസ്സിനകത്തൊരു വലിയ വിഷമം. കാരണം പെട്ടെന്നാണല്ലോ നമുക്ക് പോരേണ്ടി വന്നത്, നമ്മുടേതല്ലാത്ത കാരണം കൊണ്ടാണല്ലോ നമുക്ക് പോരേണ്ടി വന്നത്. ഇനി എന്താണ് ചെയ്യുക എന്ന് ഓർത്തപ്പോഴേ അങ്ങനെ വീണ്ടും ഒരു ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് ഓർത്തിട്ട് മലേഷ്യയിലെ ഒരു കമ്പനിയുമായിട്ട്, ഇന്റർനാഷണൽ കമ്പനിയുമായിട്ട് ഞാൻ അവരുമായിട്ട് ഇതുപോലെ കോൺട്രാക്റ്റായി ഇന്ത്യയിലേക്ക് ഒരു മോണോപോളി ബിസിനസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. മലേഷ്യയിൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. അതിനൊരു പാർട്ണർ ഉണ്ടായിരുന്നു എനിക്ക് ചെന്നൈയിൽ. അദ്ദേഹവുമായിട്ട് ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്തു. എന്നാലെ കൊണ്ട് അത് കാരണം ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വേണ്ടുന്ന വിധത്തിൽ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിച്ചില്ല എന്നുള്ള എൻ്റെ വാസ്തവം. അപ്പോൾ വളരെ വിഷമത്തോടെ ഇങ്ങനെ നിന്നപ്പോഴാണ് വീണ്ടും നമ്മൾ ചെന്നൈയിൽ തന്നെ ഒരു ഫർണിച്ചർ ഷോപ്പ് ഞാൻ തുടങ്ങി. ആ ഫർണിച്ചർ ഷോപ്പ് ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അന്നേരമാണ് എൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ച സംഭവം ഉണ്ടാകുന്നത്. ഈ ഫർണിച്ചർ ഷോപ്പിൽ ഒരു ദിവസം ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി. ഞാനവിടെ ഇല്ലായിരുന്നു, ജോലിക്കാർ മാത്രമല്ല. സ്വയം പരിചയപ്പെടുത്തിട്ട് പറഞ്ഞു, ഞാനൊരു ഒരു സുവിശേഷ വേലക്കാരനാണ്. ഞാൻ നിങ്ങളുടെ ഫർണിച്ചർ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞാനൊന്ന് കാണാൻ വന്നാണ്, എനിക്ക് വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങളുടെ മുതലാളി ഇവിടെ ഇല്ല, ബോസ് ഇവിടെ ഇല്ല, അദ്ദേഹം വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം വന്ന് ഇതെല്ലാം കണ്ടിട്ട് പറഞ്ഞു, ഇത് വളരെ നല്ല ഫർണിച്ചറാണ്, എനിക്ക് വേണം. അപ്പൊ എന്നോടൊരു കാര്യം പറഞ്ഞു, എൻ്റെ ഒരു പാസ്റ്റർ, അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വന്ന് ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ വിളിക്കും. അദ്ദേഹമായിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ? അദ്ദേഹം അമേരിക്കയിൽ വലിയ ബിസിനസ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും, അതിനെന്താ, കാരണം നമുക്ക് നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഹോട്ടൽ മുറിയിൽ പോയി കണ്ടു. അദ്ദേഹത്തെയും ഭാര്യയും കണ്ടു. അവർ പ്രാർത്ഥിച്ചു, സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കാരണം ഞാൻ അമേരിക്കയിൽ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് കൺസ്ട്രക്ഷൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഫ്ലോർ ടൈൽസ് വേണം, അതായത് വുഡൻ ടൈൽസ്, ടീക്ക് വുഡിന്റെ ബ്ലോക്ക് വേണം, അത് നിനക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും തരാൻ പറ്റും, പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ, അതെങ്ങനെയാണ്? തന്നെയല്ല, എനിക്ക് ധാരാളം പണം വേണം, കാരണം ഞാനിപ്പം ബിസിനസ് ഒക്കെ ചെയ്ത് ഇച്ചിരി ഡള്ളായിരിക്കുകയാണ്, തകർന്നിരിക്കുന്ന ഒരു സമയമാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, പൈസയെ പറ്റി പറയുകയുണ്ട, കാരണം അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം, ഇത് ഞാൻ സാമ്പിൾ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കാറെടുത്ത് നിലമ്പൂർ വന്നിട്ട്, നിലമ്പൂരാണ് ഏറ്റവും നല്ല തേക്കുള്ളത്, അവിടെ നിന്ന് ഇതൊക്കെ കട്ട് ചെയ്ത് ഇദ്ദേഹത്തിനെ കൊണ്ട് കാണിച്ചു. അദ്ദേഹം അപ്രൂവ് ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ച, ഭാഷ ഇതൊക്കെ ശരിയാ, പക്ഷെ ഒരു കണ്ടെയ്നർ ഇത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണ്ടേ? അത് നിനക്ക് 3 കോടി രൂപ ഞാൻ ലോണായിട്ട് ഒരാടത്ത് നിന്ന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അങ്ങ് പോയി. അങ്ങനെ അദ്ദേഹം മധുരയ്ക്ക് പോയി. മധുരയിൽ പോയതിനു ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വരാൻ പറഞ്ഞു, മധുര വരെ ചെല്ലാൻ പറഞ്ഞു, ലോണിന്റെ ആളുമായിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാറെടുത്ത് മധുരയിൽ ചെന്നിട്ട് ഈ ലോൺ തരുന്ന ആള്, അത് ഏതോ ഒരു ഗ്രാമത്തില് ഒരു തലവരാണ്, മനസ്സിലായി, കണ്ടാലേ നമുക്ക് പേടി വരും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലോണൊക്കെ തരാൻ കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയായിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല, വിത്തിൻ 1 വീക്കിനുള്ളിൽ ലോൺ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ബ്രദറെ, അത് ഒരു കാര്യമുണ്ട്, കാരണം ഒരു 3 ലക്ഷം രൂപ നമ്മൾ കൊടുക്കണം ഇതിന്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട്, എന്റെ സ്റ്റാമ്പ് പേപ്പറൊക്കെ വാങ്ങാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, ഒരു പാസ്റ്ററിന്റെ പറഞ്ഞു, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ പാസ്റ്ററിന്റെ വിശ്വാസമാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല, കാരണം എന്റെ മാമനാ, അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു.
അപ്പൊ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അങ്ങനെ 3 ലക്ഷം രൂപ ഞാനിവിടെ കൊണ്ടു കൊടുത്തു. ഈ കൊണ്ടു കൊടുത്ത് ഞാനും ഈ പാഷ കൂടിയാണ് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നത്. അവരെന്നെ വെളിയിൽ കുറച്ചേരം ഇരുത്തി ഇവരകത്ത് പോയി സംസാരിച്ച് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഒരാഴ്ച കഴിയുമ്പോൾ ലോൺ കിട്ടുമെന്ന് പറഞ്ഞു. എന്നാലെ കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞു, 1 മാസമായി, 2 മാസമായി, ഇതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല. ഈ പാഷയുടെ ബൈബിൾ കോളേജ് പാഷനെ കാണിച്ചു, പാഷയുടെ കീഴിലുള്ള ദൈവദാസന്മാരെ കാണിച്ചു, ഇതെല്ലാം എന്നെ കാണിച്ചു, ഇതെല്ലാം ഞാൻ കണ്ടതാണ്, മനസ്സിലായി. പാഷയുടെ പേരോ ബൈബിൾ കോളേജിന്റെ പേരോ എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അദ്ദേഹം അങ്ങനെ, അന്ന് അദ്ദേഹത്തിന്റെ സാഹചര്യം അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ട് അദ്ദേഹം ചെയ്തതായിരിക്കാം. പക്ഷെ അത് എന്റെ ജീവിതത്തിൽ അത് വല്ലാണ്ട് എന്നെ പിടിച്ചുലച്ചൊരു കാര്യമായിപ്പോയി. കാരണം ഞാൻ വളരെ സ്വപ്നങ്ങൾ നെയ്ത്, വളരെ സ്വപ്നം കണ്ട് ഇറങ്ങിയ ഒരു കാര്യമാണ്. ഇദ്ദേഹമാണ് ഫോൺ എടുക്കുന്നില്ല, ഇദ്ദേഹത്തെ കാണാൻ പറ്റുന്നില്ല. അവസാനം തിരക്കി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ഭാര്യ എയർ ഇന്ത്യയിൽ ഒരു വാണ്ടഡ് ലേഡി ആയിട്ടാണ്. കാരണം അവരുടെ നിന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഒരു സ്ത്രീയാണ്. എനിഹോ അത് അവരുടെ വിഷയം, നമ്മുടെ വിഷയമല്ലല്ലോ. പക്ഷെ അതെനിക്ക് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചിലക്കൊണ്ട് ഈ പൈസ വാങ്ങിത്തരാമെന്ന് വേറൊരാൾ പറഞ്ഞു. അത് വേറൊരു ട്രാപ്പിലേക്ക് ഞാൻ വീഴുകയായിരുന്നു, മനസ്സിലായി. അപ്പൊ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നാലെ ഇങ്ങനെ പോയി എനിക്ക് ഒരു കാര്യവും നടക്കുന്നില്ല. കാരണം എന്റെ ആരാധന മുടങ്ങി. ഞായറാഴ്ചകളിൽ പോലും ഞാൻ മധുര ഹോട്ടലിൽ ഞാൻ താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ ശരിക്കും പിശാച് എന്നെ അവിടെ വല്ലാണ്ട് എടുത്തിട്ട് ഉലച്ചൊരു സംഭവമായിരുന്നു. അവൻ അറുപ്പാനും മുടിപ്പാനും, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് യാതൊരു ഊഹവും കിട്ടുന്നില്ല. വീട്ടിൽ സമാധാനമില്ല, നമുക്ക് ആരാധനയ്ക്ക് പോകാൻ പറ്റുന്നില്ല, ഒന്നും നടക്കുന്നില്ല. മറ്റെല്ലാം വളരെ ഭംഗിയായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. അങ്ങനെയായി വളരെ വിഷമമായി. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴേ എൻ്റെ എല്ലാ ബിസിനസ്സുകളും അവിടെ തകർന്നെന്നുള്ളതാണ്. ഫർണിച്ചർ ബിസിനസ് കൂട്ടി സകലതും തകർന്നു. കാരണം പിന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് യാതൊരു നിർവാഹവുമില്ല. അങ്ങനെ എല്ലാം നിർത്തി ഞാൻ ഞങ്ങൾ എവിടെയാ വരുന്നത്, തിരിച്ച് ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്ന് യാതൊരു ഇതുമില്ല. എന്നാൽ ദൈവം അവിടെയൊക്കെ ഞങ്ങളെ വളരെ അത്ഭുതകരമായിട്ട് നടത്തിക്കൊണ്ടിരുന്നതാണ്. ഒരു കുറവുമില്ലാണ്ട് ഞങ്ങളെ നടത്തി. അതിനിടയ്ക്ക് ഞങ്ങളുടെ മകളുടെ വിവാഹം കഴിഞ്ഞു. അവൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള വിവാഹം കഴിഞ്ഞു. അവൾ ഇന്ന് സുഖമായിട്ട് കാനഡയിൽ ജീവിക്കുന്നു. മകന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞു. എന്നാലും നമുക്ക് നഷ്ടങ്ങൾ, നമ്മൾ ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കോടിക്കണക്കിനുള്ള നഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള വാസ്തവം തന്നെയാണ്. എന്നാൽ ആത്മീയമായിട്ട് ദൈവം നമ്മളെ തകർത്ത് കളഞ്ഞല്ല. കാരണം പിശാച് നമ്മളെ തകർക്കാനെ കൊണ്ട് പല വഴികളും പല കെണികളും ഒരുക്കിയെടുത്ത് നിൽക്കുകയും ദൈവം പിടിവെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ബിസിനസ് ആവശ്യമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോകുമ്പോൾ എൻ്റെ പേരെടുത്ത് എന്നെ കർത്താവ് വിളിച്ചുണർത്തിയിട്ടുണ്ട്. ഉണർന്നു നോക്കുമ്പോൾ എതിരെ ഏതെങ്കിലും ലോറിയോ അല്ലെ സൂപ്പർ ഫാസ്റ്റുകളോ ഒക്കെ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ദൈവം എന്നെ ഡയറക്ഷൻ മാറ്റി വിട്ട ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ ആ ദൈവത്തിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് എന്നെ എപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് എൻ്റെ ഉള്ളിൽ മാറി. കാരണം ഞാൻ കർത്താവിന് വേല ചെയ്ത ആളാണ്, കർത്താവിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ആളാണ്, ആത്മാക്കളെ നേടിയതാണ്. എന്നാൽ വീണ്ടും ഈ ബിസിനസിന്റെ നൂലാമാലകൾ വന്ന് പെട്ട് കഴിഞ്ഞിട്ട് ഇതൊക്കെയും എന്നിൽ നിന്ന് മാറിപ്പോയി, മനസ്സിലായി. അപ്പൊ എന്നോട് ദൈവം സംസാരിച്ചത് റോമർക്ക് എഴുതിയ 9-ാം അധ്യായം 17-ാം വാക്യത്തിലാണ്. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, എന്നിൽ നിന്റെ ശക്തി കാണിക്കേണ്ടതിലും എന്റെ നാമം സകല ഭൂമിയിലും പ്രസ്താവിക്കേണ്ടതെന്ന് തന്നെ. ഈ വാക്യം എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്ത് എന്നോട് തന്നെ സംസാരിച്ച ഒരു വാക്യമായിട്ട് എനിക്ക് തോന്നി. പല പ്രാവശ്യം ആ വാക്യം എൻ്റെ ഉള്ളിൽ കയറി വന്നു. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി, കാരണം ഒരു പക്ഷേ ദൈവം എന്നെ ആക്കിയിരിക്കുന്നത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും, ഒരു ബിസിനസ്സിനായിട്ടായിരിക്കത്തില്ല, ഒരു ഭൗതികമായിട്ടായിരിക്കത്തില്ല. ഭൗതിക നന്മകളുടെ പിന്നാലെ പോയാൽ കൊണ്ട് എൻ്റെ ആത്മീയത നഷ്ടപ്പെടും. കാരണം എനിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റത്തില്ല എന്നൊരു ബോധ്യം എന്നിലുണ്ടായി. അങ്ങനെ വളരെ വിഷമം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് വൈഫ് അതിനിടയ്ക്ക് പിന്നെ ദുബായിൽ മകളെടുത്ത് പോയി. അങ്ങനെ ഏതാണ്ടൊക്കെ ഒന്ന് ലെവലായിട്ട് വീണ്ടും ഇതെല്ലാം വിട്ടിട്ട് കർത്താവിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കാം എന്നൊരു ധാരണയിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് വന്നിരുന്നപ്പോഴാണ് അടുത്തൊരു പ്രശ്നം നമുക്കുണ്ടാകുന്നത്. അതെന്ന് ചോദിച്ചാൽ 2018 ഓഗസ്റ്റ് 15 എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ ജലപ്രളയം. അന്ന് ഞങ്ങൾ താമസിക്കുന്നത് ആലുവ കമ്പനിപ്പടി എന്നൊരു സ്ഥലത്താണ്. ഞാനും മകനും മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ, അമ്മയില്ല, വൈഫ് മോളടുത്താണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് പെരിയാർ പുഴയോട് ചേർന്നുള്ള ഒരു ഗേറ്റഡ് കോളനിയിലാണ് താമസിക്കുന്നത്. അവിടെ കുറച്ച് ഫ്ലാറ്റുകളും കുറെ വില്ലകളും ഉണ്ട്. അതിലൊരു വില്ലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ ഈ പെരിയാറ് കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. ഓഗസ്റ്റ് 13-14 ആയപ്പോഴത്തേക്ക് നല്ലപോലെ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റി എല്ലാം ഡിസ്കണക്ട് ആയി. എന്നാലും കൊണ്ട് ഇത് താഴെയുള്ള, അതായത് ഞങ്ങളുടെ വില്ല എന്ന് കുറച്ച് കയറ്റത്തിലാണ്, താഴെയുള്ള വില്ലകളിലൊക്കെ ഈ വെള്ളം കയറുന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെ അവിടോട്ട് കയറത്തില്ല എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ ഫർണിച്ചർ എടുത്ത് മാറ്റാനെ കൊണ്ടോ അല്ലെ വീട് വെക്കേറ്റ് ചെയ്ത് പോകാനെ കൊണ്ടോ ഞങ്ങൾ താല്പര്യപ്പെട്ടില്ല. അപ്പം അവിടെ 3 ദിവസമായിട്ട് അവിടെ കറണ്ട് ഇല്ലായിരുന്നു. കറണ്ട് ഇല്ലാത്ത കാരണം മോൻ എന്ത് ചെയ്യുന്ന, മോൻ എന്തോ ക്യാൻഡിൽ മെഴുതിരി വാങ്ങാനെ കൊണ്ട് വെളിയിലോട്ട് പോയി. കാരണം അവനെ നടന്നാണ് പോയത്, വണ്ടിയൊന്നും പോകത്തില്ലായിരുന്നു.
അവൻ വെളിയിലോട്ട് പോയപ്പോൾ മെഴുകുതിരി ചെയ്യുന്നത് കിട്ടാനെ കൊണ്ടില്ല. കാരണം കടകളെല്ലാം മെഴുകുതിരി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. കാരണം എല്ലാ ആൾക്കാരും വാങ്ങിക്കൊണ്ട് പോയി. അവൻ അങ്ങനെ പോയി കറങ്ങി തിരിച്ച് ഒരു 5 മണി, വൈകിട്ട് 5 മണി ആയപ്പോഴത്തേക്ക് അവന് തിരിച്ച് വീട്ടിലോട്ട് വരാനൊക്കെ ഉള്ള റോഡിലോട്ട് വന്നപ്പോൾ പോലീസുകാർ അവനെ വിട്ടില്ല. കാരണം അപ്പോഴത്തേക്ക് വെള്ളം അവിടെ ചെറിയ ഉയർന്നു പൊങ്ങി തുടങ്ങി. അപ്പൊ അവനിങ്ങനെ അവിടെ നിന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, എന്റെ പപ്പ തന്നെയുള്ളൂ, എനിക്ക് പോകണം, എനിക്ക് വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഒരു രക്ഷയില്ല, പപ്പായ്ക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നേവിക്കാർ അവരെ കൊണ്ടുവന്നോളും, നീ തിരിച്ചു പോക്കോളം പറഞ്ഞു. അപ്പൊ അവരെന്നെ ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം, നീ ഏതെങ്കിലും ഹോട്ടലിൽ പോയി താമസിച്ചോ, പ്രശ്നമൊന്നുമില്ല, ഞാനിവിടെ നോക്കാം. അന്ന് ഞങ്ങളൊരു ലാബുണ്ട്, ഒരു പട്ടിയെ വളർത്തുന്നുണ്ട്, ഇത് ഞാൻ മാത്രമേ ഉള്ളൂ. അന്ന് രാത്രിയിൽ അതിഭയങ്കരമായ മഴ പെയ്തു. ഭയങ്കര മഴ, ഡാമുകളെല്ലാം തുറന്നു. അപ്പൊ 6 മണിക്കും വെള്ളം കയറിയിട്ടില്ല. അങ്ങനെ ഞാൻ വീട്ടിലിരിക്കുകയാണ്. ഞാൻ അന്ന് ഫാസ്റ്റിംഗിലാണ്, ഞാൻ 7 days ഫാസ്റ്റിംഗിലാണ്. അപ്പൊ വീട്ടിലിരിക്കുന്ന സമയത്ത് ഭയങ്കര മഴ എന്നുള്ള കൊണ്ട്, കാരണം നമുക്ക് മഴയുടെ ശബ്ദം മാത്രമേ കേൾക്കാനെ കൊണ്ടുള്ളൂ. കാരണം വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വന്നിട്ട് നമ്മുടെ വീടിൽ തട്ടുന്ന സൗണ്ട് ഒക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അത്രയും വലിയ മഴ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കറണ്ട് ഇല്ല, വെള്ളമില്ല, യാതൊന്നുമില്ല. കാരണം അങ്ങനെ 3 ദിവസമായിട്ട് അങ്ങനെ തന്നെ അവിടെ ഇരിക്കുകയാണ്. മൊബൈലിനകത്ത് ചാർജ് ഇല്ല. വൈഫുമായിട്ട് സംസാരിച്ചു വെച്ചു, കാരണം ഇനി പിന്നെ നാളെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രാത്രി ഒരു 12 മണിയായപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, വെള്ളത്തിന്റെ ലെവൽ എവിടെയാന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വെള്ളം ഇങ്ങോട്ട് കയറുമെന്ന് തോന്നുന്നില്ല. ഇല്ല, ഒന്ന് പോയി നോക്ക്, വെള്ളത്തിന്റെ ലെവൽ എവിടെയായിരുന്നു നോക്ക്. ഞാൻ ചെന്ന് ചെറുക, കാരണം എനിക്ക് പേടിയാണ് തുറക്കാനൊക്കെ ഉണ്ട്. കാരണം വല്ല പാമ്പോ വല്ലതും കാണുന്ന ഒരു പേടി നമുക്കുണ്ട് ഉള്ളിൽ. അങ്ങനെ ഞാൻ ചെന്ന് മെയിൻ ഡോർ തുറന്നപ്പോൾ ഓൾമോസ്റ്റ് വെള്ളം സിറ്റൗട്ടിലോട്ട് കയറാറുണ്ടായി. പെട്ടെന്ന് എനിക്ക് പേടിയായി. ഞാൻ പറഞ്ഞു, വെള്ളം ഇങ്ങോട്ട് കയറി തുടങ്ങി. എന്ന് പറഞ്ഞു, മുല്ലപ്പെരിയാർ ഡാം ഒക്കെ ചിലപ്പോൾ പൊട്ടുമായിരിക്കും എന്നൊക്കെ ഞാൻ എന്നെ പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനൊക്കെ ഉണ്ടോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ വാഷ്റൂമിനകത്തു നിന്നൊക്കെ വെള്ളം കയറാൻ തുടങ്ങി. അപ്പൊ ആ വെള്ളം ഓരോ നിമിഷം കഴിയുന്നതോറും വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരികയാണ്. എനിക്കാണെങ്കിൽ പുറത്തോട്ടിറങ്ങാനെ കൊണ്ട് യാതൊരു വഴിയില്ല. ഞാൻ അന്ന് എന്റെ ഭാഷ ശക്തമായിട്ട് ഞാൻ ആരാധിച്ചു, ദൈവത്തെ ആരാധിച്ചു. കാരണം എനിക്ക് തോന്നുന്നു ദൈവദൂതന്മാർ എൻ്റെ കൂടെ ഇരുന്ന് ആരാധിച്ച ദിവസമാണ്. കാരണം അത്രയും സൗണ്ട് എൻ്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയിപ്പോൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര സ്ട്രോങ് ആയിട്ട് ഞാൻ ആരാധിച്ചു കഴിച്ചിട്ട് അവനെന്തോ സ്നാക്സ് എന്തോ കഴിക്കാൻ വെച്ചിട്ടായിരുന്നു. ഞാൻ അത് കഴിച്ച് ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. കാരണം ആരുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ല, ആരെയും വിളിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് പുറത്തൊന്ന് ഇറങ്ങണം. അപ്പൊ ഞാൻ വൈഫിനെ വിളിച്ചപ്പോൾ വൈഫ് പറഞ്ഞു, പാസ്പോർട്ടും റേഷൻ കാർഡും കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗിനകത്ത് വെക്കുക, ബാക്കിയൊക്കെ വിട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മനസ്സിലായി. കാരണം ഞാൻ അതൊക്കെ ഒരു ചെറിയൊരു പിന്നെ ബാഗിനകത്താക്കി പാക്ക് ചെയ്ത് വെച്ചു. എനിക്ക് പുറത്തൊന്ന് ഇറങ്ങണം, യാതൊരു രക്ഷയില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്താ ചെയ്യുക, കാരണം ഒരു രക്ഷയുമില്ല. കാരണം മുന്നോട്ട് പോകാനെ കൊണ്ട് മാർഗമൊന്നുമില്ല. ഇരുട്ടെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ ഇരുട്ട്. അന്നേരമാണ് പെട്ടെന്ന് ഒരു മനുഷ്യ ശബ്ദം ഞാൻ വെളിയിൽ കേട്ടു. ഒരു 3 മനുഷ്യര് അവിടെ ലോക്കൽ ആൾക്കാർ, അവർ നടന്നു വരികയാണ് ഈ വെള്ളത്തിന്റെ ലെവൽ കാണാനൊക്കെ. ഞാൻ പെട്ടെന്ന് അവരെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ സാറേ ചോദിച്ചപ്പോൾ എനിക്കൊന്ന് പുറത്തിറങ്ങണം പറഞ്ഞു. അങ്ങനെ അവരെന്നെ പുറത്ത് കൊണ്ടുപോയി അവരുടെ വീട് കുറച്ച് പൊക്കമുള്ള സ്ഥലത്താണ്. അവിടെ വീട്ടിൽ കൊണ്ടാക്കി അവിടെ ചായ കുടിച്ചു. അപ്പൊ അവിടെ ഒരു 10-300 ആൾക്കാർ നിൽപ്പുണ്ട്. അവരൊക്കെ വീട്ടിൽ വെള്ളം കയറിയിട്ട്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല എന്നുള്ള എൻ്റെ വാസ്തവം. അങ്ങനെ ആയപ്പോൾ ഞാൻ ഞങ്ങളുടെ ഈ ഡോഗിനെ, ഈ പട്ടിയെ ഞാൻ ടെറസിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. കാരണം അതിന് പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ കൊണ്ട്. പക്ഷെ അപ്പം മോൻ രാവിലെ ഫോൺ ചെയ്തു. അപ്പോഴത്തേക്ക് നേരം വെളുത്തു. മോൻ രാവിലെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, പപ്പ പട്ടിയുമായിട്ടൊരു കാര്യം ചെയ്യും, ഇവിടെ അടുത്ത് വന്നാൽ മതി, അവിടെ ഒരു നേവിക്കാരുടെ ബോട്ടുണ്ട്, അവരിതിൽ കൊണ്ടുവരും, നമുക്ക് ഇങ്ങ് പോരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, റിസ്ക് അല്ലേ, കുഴപ്പമില്ല, അവരുടെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരം വെളുത്ത് ഈ പട്ടി അഴിക്കാനെ കൊണ്ട് ഞാൻ പോകുമ്പോഴേ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഡ്രെയിനേജ് ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്തോ പണി, അപ്പൊ അത് അവർ നേരത്തെ ഓപ്പൺ ആക്കിയിട്ട് പോയിരിക്കുന്ന. അപ്പൊ ഈ ഡ്രെയിനേജ് എല്ലാം വെള്ളം കയറി ഫില്ലായി കിടക്കുകയാണ്. അപ്പൊ കരയ്ക്ക് നിന്ന് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ ഡ്രെയിനേജ് സൂക്ഷിക്കണം, ഡ്രെയിനേജിലോട്ട് കാല് പോയതാണ്, പിന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ കെയർഫുള്ളായിട്ട് പൊക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ഡോറ് തുറന്ന്, മെയിൻ ഡോറ് തുറന്ന് വീട്ടിനകത്ത് കയറിയപ്പോഴത്തേക്ക് വീടിനകത്തൊക്കെ വെള്ളമായി. പല പല സാധനങ്ങളും വീട്ടിൽ കൂടി ഒഴുകി നടക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ തന്നെ മുകളിൽ നിന്ന് ആ പട്ടിയെ അഴിച്ചുകൊണ്ട് വന്ന് തിരിച്ചു വന്നപ്പോഴേ എൻ്റെ കാല് ആ ഡ്രെയിനേജിനകത്ത് പോയി എന്നുള്ള. എൻ്റെ ഒരു കാല് കംപ്ലീറ്റ് ഡ്രെയിനകത്ത് പോയി. പക്ഷെ ആരോ എൻ്റെ കാല് പൊക്കി വിട്ട് അവിടുന്ന്. അതാണ്, എനിക്കൊരു പോർഡ് പോലും സംഭവിച്ചില്ല. അപ്പൊ കരയ്ക്ക് നിന്നവരൊക്കെ ഇങ്ങനെ തലയിൽ കൈവച്ച് പോയി, കാരണം എന്താ സംഭവിക്കാന്ന് ഓർത്തിട്ട്. പക്ഷെ എനിക്കൊരു പോർഡ് പോലും സംഭവിച്ചില്ല. ദൈവദൂതന്മാർ എൻ്റെ കാല് എന്നെ ലിഫ്റ്റ് ചെയ്തിട്ട് അവിടെ ഒന്ന് ഉയർത്തി ഞാൻ ആ പട്ടിയുമായിട്ട് ഗേറ്റിന്റെ അവിടെ വന്നു. അവിടെ വന്നതിന് ശേഷം വീണ്ടും ഞാൻ എൻ്റെ ഒരു ബാഗ് അവരുടെ വീട്ടിൽ വെച്ചു. ഒരു ബാഗ് എടുത്ത് അതിനകത്ത് ബൈബിളും കാര്യങ്ങളും ഞങ്ങളുടെ റേഷൻ കാർഡും പാസ്പോർട്ടും ഒക്കെ എടുത്തിട്ട് ഞാൻ ഈ പട്ടിയുമായിട്ട് ഇങ്ങനെ ചെറുത് നടന്ന് മുന്നോട്ട് പോവുകയാണ്, ബോട്ടിൽ കയറാനെ കൊണ്ടുള്ള സൗകര്യം നോക്കിയിട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് കാണാം നമുക്ക് മതിലിടിഞ്ഞ് വീഴുന്നതും വെള്ളം ഭയങ്കര ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ ടാങ്ക് ഒഴുകി പോകുന്നു. അങ്ങനെ ഞാൻ ആ ചെന്ന ഒരു വീട്ടിൽ ചെന്ന്, കാരണം അവരാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് വെള്ളമായി. അപ്പൊ പാമ്പുകൾ ഒഴുകി വരുന്നുണ്ട്. അവർ ആ പാമ്പിനെയൊക്കെ മാറ്റുന്നുണ്ട്. അവരുടെ വീട്ടിലും കൊച്ചു 2 പട്ടിയുണ്ട്. അപ്പൊ ഇതിനെ കൂടെ കൊണ്ടുപോകണം. അപ്പം അവര് ഈ സാധനമൊക്കെ അവർ മുകളിലോട്ട് കയറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു മനുഷ്യൻ എന്നോട് വെച്ച് പരിചയപ്പെട്ടു. അദ്ദേഹം കോഴിക്കോടുകാരനാണ്. അപ്പൊ അദ്ദേഹമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറ് ധൈര്യമായിട്ടിരിക്കും, എനിക്ക് നീന്തറിയാം, ഞാൻ സാറിനെ അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് നീന്തറിയത്തില്ല,
എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഇല്ല ഞാൻ സാറിനെ കൊണ്ടുവന്നിട്ട് അവൻ എൻ്റെ കൈക്ക് പിടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി ഏതാണ്ട് നെഞ്ചറ്റം വെള്ളമായി. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവൻ എൻ്റെ പെട്ടെന്ന് എൻ്റെ കൈ അങ്ങ് വിട്ടിട്ട് എന്നോട് പറഞ്ഞു, സാറ് നീന്തി പോന്നപ്പോ ഞാൻ നീന്തി പോണം, നീന്തി അങ്ങ് പോയി. എനിക്ക് നീന്തൽ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എൻ്റെ കാല് നിലത്തുനിന്ന് ചെറുകെ പൊങ്ങാൻ തുടങ്ങി. കാരണം വെള്ളം ചെസ്റ്റിന്റെ ഇടയിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മേളോട്ട് നമുക്ക് പൊങ്ങാൻ ഒരു ടെൻഡൻസി വരും. ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കൊന്നും അറിയത്തില്ല. ഒരു നിമിഷം മരണത്തെ ഞാൻ മുഖാമുഖം കണ്ടു. പെട്ടെന്ന് ഞാൻ ഈ പട്ടി, സ്കൂബി എന്നാണ് എൻ്റെ പേര്, ഞാൻ അതിന്റെ ബെൽറ്റ് വിട്ട് പറഞ്ഞു, സ്കൂബി നീ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു, നീന്തി പൊക്കോളാൻ പറഞ്ഞു. കാരണം എനിക്കിനി രക്ഷയില്ല. കാരണം അപ്പൊ കരയ്ക്ക് ആൾക്കാർ നിൽക്കുന്നുണ്ട്, അവര് പറയുന്നുണ്ട് മനസ്സിലായ, കാരണം ഇത് ലൈഫ് ബോട്ട് ഇട്ട് തരുന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പ്രാക്ടിക്കലി അന്നേരം നടക്കുന്നില്ല. കാരണം അവര് എന്തോ ട്യൂബ് ഇട്ടിട്ട് അത് വരുന്ന ഇങ്ങോട്ട് വന്നിട്ട് ഇത് പൊട്ടിപ്പോയി രണ്ടാമത് വീട്. അപ്പോഴത്തേക്ക് എൻ്റെ കാല് നിലത്ത് ഉറക്കുന്നില്ല. കാലിങ്ങനെ ഒരു കാല് പൊങ്ങി ഞാൻ ഇങ്ങനെ ഒഴുക്കിന് അനുകൂലമായിട്ട് ഇങ്ങനെ ചെറിയ നീങ്ങാൻ തുടങ്ങി. ഞാൻ ഈ പട്ടിയെ വിട്ടപ്പോ പെട്ടെന്ന് ഈ പട്ടി എന്തെന്നറിയാമോ, ഇത് ചാടി എൻ്റെ പുറത്ത് കയറി. എൻ്റെ പുറത്ത്, അതായത് മുന്നത്തെ രണ്ട് കാലും എൻ്റെ പുറത്ത് അത് ഉറപ്പിച്ചോണ്ട്, എൻ്റെ ഷോൾഡറിൽ ഉറപ്പിച്ചോണ്ട് ബാക്ക് കാലോട് നീന്താണെങ്കിൽ, കാരണം അതിന് 45 കിലോ തൂക്കം അല്ലാതെ തന്നെ ഉണ്ടായിരുന്നു. ഈ വെള്ളം കൂടെ ആയപ്പോഴത്തേക്ക് അതൊരു 10-60 കിലോ തൂക്കമാണ്. അപ്പൊ ഈ പട്ടിയുടെ വെയിറ്റ് കാരണം എനിക്ക് എൻ്റെ കാല് നിലത്തൊന്ന് ഉറപ്പിക്കാനെ കൊണ്ട് ഗ്രിപ്പ് എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. സ്തോത്രം. കാരണം ദൈവം തക്ക സമയത്തോട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. കാരണം തീർച്ചയായിട്ടും കാരണം മരണത്തെ മുഖാമുഖം കണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു പട്ടി എന്നെ ഇങ്ങനെ പുറകിൽ കൂടെ നീന്തുകയും മുന്നോട്ട് പുഷ് ചെയ്യുകയും ചെയ്തപ്പോഴേ എനിക്ക് ഒരു തരത്തിൽ കൂടെ മുന്നോട്ട് കുറച്ച് നീങ്ങാൻ പറ്റി. സ്റ്റെപ്പ് വെച്ചിട്ട് വെള്ളം കുറവുള്ള സ്ഥലത്തോട്ട് മാറാൻ പറ്റി. അങ്ങനെ അവർ പെട്ടെന്ന് കരയ്ക്ക് നിന്നവർ എനിക്ക് പിന്നെ ട്യൂബ് കയറ് കെട്ടിയിട്ട് തന്ന് അതിൽ പിടിച്ചിട്ട് ഞങ്ങളെ ബോട്ടിൽ കയറി. ബോട്ട് വന്ന് ബോട്ടിൽ കയറി ഞങ്ങൾ കരയ്ക്ക് ചെന്നപ്പോഴാണ് അവിടെ വണ്ടികളൊന്നും പോകത്തില്ല, റോഡെല്ലാം താറുമാറായി കിടക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ ഈ പട്ടിയെ കൊണ്ട് അതിന്റെ ഒരു ഹോസ്റ്റലിലാക്കിയിട്ട് ഒരാഴ്ച ഞങ്ങൾ ഹോട്ടലിൽ താമസിച്ചു. അപ്പൊ ദൈവമാണ് എന്നെ അവിടെ നിന്ന് വിടുവിച്ചത്. അപ്പൊ എനിക്ക് മനസ്സിലായി മരണത്തിന് കാരണം ദൈവം, നീ നദിയിൽ കൂടി കടന്നാൽ അതിന്റെ മേൽ കവിയുകയില്ല എന്നുള്ള വാക്യം ഞാൻ ഓർത്തു, വചനം ഞാൻ ഓർത്തു. കാരണം ദൈവമാണ് എന്നെ വിടുവിച്ചത്. അപ്പൊ ദൈവത്തിന് എന്നെ കുറിച്ച് പദ്ധതി ഉണ്ടെന്ന് തീർച്ചയായിട്ടും എനിക്കവിടെ 100% ബോധ്യമായി. അങ്ങനെ ഒരാഴ്ച ഞങ്ങൾ ആ ഹോട്ടലിൽ താമസിച്ചു. കാരണം ഞങ്ങൾക്ക് വെറും മറ്റു കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. കയ്യിൽ ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ട്, പക്ഷെ എടുക്കാൻ പറ്റുന്നില്ല. കാരണം മൊബൈൽ കംപ്ലീറ്റ് വെള്ളം കയറിയപ്പോൾ അത് ബ്ലോക്ക് ആയിപ്പോയി. ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കൊണ്ട് ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ അന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടു. പണക്കാരനും പാവപ്പെട്ടവനും ഒക്കെ ആഹാരത്തിന് വേണ്ടി വിഷമിക്കുന്നതെന്ന് മതത്തോട്ട് കൊടുന്ന് കണ്ടു. പക്ഷേ മനുഷ്യനത് പഠിച്ചിട്ടില്ല. പക്ഷെ ദൈവം എന്നോട് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചു, നിന്നെ കൊണ്ട് എനിക്കൊരു പദ്ധതിയുണ്ട്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഞാൻ പോകേണ്ടതായിരുന്നു. കാരണം എൻ്റെ അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ അവിടെ അടി ഉണ്ടാക്കിയിട്ട്, പ്രശ്നം ഉണ്ടാക്കിയിട്ട്, അവന് ഒരുപാട് വിഷമം, അവനെ ഒരുപാട് പേര് തല്ലിയിട്ട് ആ തല്ലിയവനെ നമുക്കിന്ന് വകവരുത്തണം എന്ന് പറഞ്ഞ് അവൻ എൻ്റെ വീട്ടിൽ വന്നൊരു കടാര്യമായിട്ട്. അപ്പൊ അന്ന് വെളുപ്പനെ നമുക്കറിയാലോ, പണ്ടത്തെ കാലത്തൊക്കെ യൂറിൻ പാസ് ചെയ്യാനെ കൊണ്ട് ആൾക്കാർ വെളിയിലോട്ടാണല്ലോ പറഞ്ഞത്. അവൻ യൂറിൻ പാസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവനെ കുത്തി കൊന്നിട്ട് ഒളിച്ചോടി പോകാനെ കൊണ്ട് എന്നെ കൊണ്ട് കത്തൊക്കെ എഴുതി വെച്ചിട്ട് അവൻ അങ്ങനെ കത്തെഴുതിയിട്ടാ വന്നത്. പക്ഷെ സ്വർഗത്തിലെ ദൈവം അതിനെല്ലാം ഒരു തടയിട്ടെന്നുള്ളതാണ് മനസ്സിലാക്കുക. കാരണം അതൊന്നും നടന്നില്ല. കാരണം അന്ന് അത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിഷയം ഉണ്ടെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ലോകത്തായി പോയതിനുമായി. അങ്ങനെ ഒരുപാട് അപകടങ്ങളിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ചിട്ടുണ്ട്. പക്ഷെ ആ ദൈവത്തെ വേണ്ടുന്ന രീതിയിൽ കൂടി സേവിക്കാനെ കൊണ്ട് എനിക്ക് അന്ന് പറ്റിയിട്ടില്ല. കാരണം ഞാൻ ദൈവത്തെ സേവിച്ചു, ദൈവവേലയ്ക്ക് ഇറങ്ങി പ്രവർത്തിച്ചു. പക്ഷെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം എനിക്ക് ഉണ്ടാകുന്നത്. എൻ്റെ ബിസിനസ് നഷ്ടപ്പെടുന്നു, എന്നെ ആൾക്കാർ ചതിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാകുന്നു. വലിയ വിലയുള്ള സ്വത്തുക്കളൊക്കെ, പ്രോപ്പർട്ടീസ് ഒക്കെ എനിക്ക് നിസ്സാര വിലയ്ക്ക് വിൽക്കേണ്ടി വന്നു. പക്ഷെ എനിക്കൊന്നും മനസ്സിലാക്കാം, കാരണം ഈ ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു വലിയൊരു പദ്ധതി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ വെള്ളപ്പൊക്കം എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞങ്ങളിങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അവിടെ നിന്നു. വലിയ കുഴപ്പമില്ലാണ്ട് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ ചർച്ചിന്റെ ആക്ടിവിറ്റീസും, ഞാൻ അന്ന് ഈ ചർച്ചിലുണ്ട്, വേറെ ചർച്ചിലാണ്, ഈ ആക്ടിവിറ്റീസോട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഇനി ഒരിക്കലും ബിസിനസ്സിലോട്ട് പോകത്തില്ല എന്ന് 100% ഒരു തീരുമാനം എടുത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാലെ കൊണ്ട് ഒരു ദിവസം ആ ചർച്ചിലെ ഒരു സഹോദരി വന്നിട്ട് ഒരു സാക്ഷ്യം പറഞ്ഞു. സാക്ഷി എന്താണെന്ന് ചോദിച്ചാൽ കൊണ്ട് അവർക്ക് ഒരു 6-7 കോടി രൂപ കടമായിട്ടാണ് അവർ വന്നേക്കുന്നത്. അവർക്ക് നിൽക്കാനെ കൊണ്ട് യാതൊരു വഴിയുമില്ല, ആത്മഹത്യ ഇല്ലാണ്ട് മറ്റു യാതൊരു മാർഗമില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് അവരെന്ന് സാക്ഷ്യത്തിൽ പറഞ്ഞത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, സിസ്റ്റർ, നിങ്ങൾ പറഞ്ഞ സാക്ഷ്യം ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ വിടുവിക്കും, എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഞാനൊക്കെ ആ അവസ്ഥ കൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവരെന്റെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കാനെ കൊണ്ട് വിളിച്ചു, പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ സാറും കൂടെ നമുക്കൊരു ബിസിനസ്. ഞാൻ പറഞ്ഞു, ഇല്ല, ബിസിനസ് ഞാൻ ഇല്ല. കാരണം ഞാൻ ബിസിനസ് എന്നേക്കുമായിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത വ്യക്തിയാണ്. കാരണം ബിസിനസ്സിൽ കൂടിയാണ് എനിക്ക് ഇത്തരം നഷ്ടങ്ങൾ വന്നത്. അതുകൊണ്ട് ഞാൻ ഇനി അതിനില്ല. തന്നെയല്ല, കർത്താവിന് എന്നെ കുറിച്ച് പദ്ധതി അതല്ല.
അപ്പൊ ഇവര് പറഞ്ഞ അങ്ങനെയല്ല, നമുക്ക് പ്രാർത്ഥിക്കാം, പാസ്റ്റർമാരുടെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിച്ച് എന്ത് പറയാനെ കൊണ്ട് അവസാനം ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അവരുടെ ഒരു ബിസിനസ് ചേരാമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ തന്നെ പൈസ ഇട്ടിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു വലിയ സീ ഫുഡ് എക്സ്പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. പക്ഷെ എന്നുണ്ടെങ്കിൽ അവിടെയും എനിക്ക് പറ്റിയത് വലിയ അബദ്ധമാണ് പറ്റിയത്. കാരണം ഞാൻ ഇവർ ഉദ്ദേശിച്ച മാതിരിയുള്ള ഒരാളായിരുന്നില്ല. കാരണം ഇവർ ഒരുപാട് ദൂരെയുള്ള ഒരാളാണ്, ഇവരെ പറ്റി നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. അവിടെയും എനിക്ക് മണ്ടത്തരങ്ങൾ പറ്റി, അവിടെയും എനിക്ക് അബദ്ധങ്ങൾ പറ്റി, അവിടെ എൻ്റെ കുറെ പൈസ പോയി. അപ്പൊ എപ്പോൾ ഞാൻ ബിസിനസ്സിന് വേണ്ടിയിട്ട് മുന്നോട്ട് കാല് വെക്കുന്നു, അപ്പോൾ എൻ്റെ പൈസ നഷ്ടപ്പെടും. ബൈബിളിനകത്ത് ഭാഷകളിൽ വാക്യമുണ്ട്, മനസ്സിലായി, അന്യായമായ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ടയ്ക്ക് പൊരുന്ന ഇരിക്കുന്ന പക്ഷിയെ പോലെയാകുന്നു. തന്നെ മധ്യാഴ്ച അവൻ എടുക്കപ്പെടും, അവൻ അവസാനം പോഷനായി തീരുന്നു പറയുന്നുണ്ട്. അപ്പൊ ഒന്നെനിക്ക് മനസ്സിലായി, കാരണം ന്യായമായിട്ടല്ല ഉള്ള പണം സമ്പാദിക്കല്ല, അന്യായമായിട്ടല്ല അനധികൃതമായിട്ട് പണം സമ്പാദിക്കാൻ പോകുന്ന വ്യക്തികൾ. കാരണം അതാണ് എനിക്ക് മനസ്സിലായി. കാരണം ഇന്നത്തെ ബിസിനസ്സുകാരോടൊക്കെ എനിക്ക് പറയാനൊക്കെ ഉള്ളതാണ്, ഒരുപാട് ബിസിനസ്സുകാരൊന്നും തകർന്നിരിപ്പുണ്ട്. അവർക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. കാരണം ബിസിനസ് നിർത്താൻ അവരെ കൊണ്ട് പറ്റത്തില്ല, ഇത് കണ്ടിന്യൂ ചെയ്യാനെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ അത് ഏതൊരു ബിസിനസ് ആണെങ്കിലും അത് തകരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ കാരണമുണ്ട്. ഒന്നുകിൽ നമുക്ക് വേണ്ടാത്ത പാർട്ട്നേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത ജോലിക്കാരായിരിക്കാം, എന്തോ ദൈവഹിതമല്ലാത്ത എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിലുണ്ട്. ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തികാരി ഞാൻ പറഞ്ഞത്. ലോകപരമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യാനെ കൊണ്ട് ദൈവം ഒരിക്കലും എതിരല്ല. പക്ഷെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനകത്ത് എത്രത്തോളം നല്ലതാണ്, അതിൽ കറപ്ഷൻ ഉണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആവശ്യമില്ലാത്ത വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ട് മനസ്സിലാക്കാനാണ് എനിക്ക് ഈ അബദ്ധങ്ങൾ മുഴുവൻ പറ്റുന്നത്. അതൊരു ദൈവത്തിന്റെ പദ്ധതി അല്ലായിരുന്നു, തീർച്ചയായിട്ടും മനസ്സിലായി. അങ്ങനെ വീണ്ടും ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞു, കർത്താവ് ഇനി ഇതെന്റെ പദ്ധതിയല്ല, ഞാൻ പുള്ളി കർത്താവിന് മുമ്പ് സറണ്ടർ ചെയ്തു. സറണ്ടർ ചെയ്തതിന് ശേഷം വീണ്ടും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇറങ്ങാനെ കൊണ്ട് ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു. ഇപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ കൊണ്ട് ഞങ്ങളെ ഒരു സംഘടനയുണ്ട്. സംഘടന കൊണ്ട് ഒരു ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പ്. ആ പ്രെയർ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, ഞങ്ങള് അതായത് 2 ഫിലിം ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്, ക്രിസ്ത്യൻ മൂവി. ഒന്ന് അവൻ വീണ്ടും വരുന്നു, അതായത് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. രണ്ടാമത്തേത് ദി ഹോപ്പ്, പ്രത്യാശ. ഈ 2 സിനിമയും എന്താണെന്ന് ചോദിച്ചാൽ കൊണ്ട് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയും പ്രത്യാശയെ പറ്റിയും, അതായത് മദ്യം, മയക്കുമരുന്ന് ഇതിനുള്ള അവയർനെസ് കൊടുക്കുക, അതുപോലെ തന്നെ രക്ഷയെ പറ്റി പറയുക, ദൈവത്താൽ വിടുതലുണ്ട്, ദൈവം രോഗസൗഖ്യമുള്ളത് തരുന്ന ദൈവമാണ്, ഇതൊക്കെ പറയുന്ന ഒരു ഫിലിംസ് ആണത്. അത് ഞങ്ങൾ പല ലാംഗ്വേജുകളിൽ ഇറക്കിയിട്ടുണ്ട്. ആ സിനിമകൾ അനേക സ്ഥലങ്ങളിൽ പോയിട്ട് പ്രദർശിപ്പിക്കാനും അതോടൊപ്പം തന്നെ കർത്താവിന്റെ സുവിശേഷം അറിയിക്കാനെ കൊണ്ടൊക്കെ ഞങ്ങള് ഇന്ന് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എൻ്റെ ആഗ്രഹം പേഴ്സണൽ ഇവാഞ്ചലൈസേഷൻ ആണ്. അതായത് എൻ്റെ ആഗ്രഹം നടക്കട്ടെ യാത്ര ചെയ്യുക. കാരണം എത്രത്തോളം മനസ്സിലായി, ട്രാവലിംഗ് ഇവാഞ്ചലിസ്റ്റായിട്ട് മുന്നോട്ട് പോകാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്. യാത്ര ചെയ്തിട്ട് മുന്നോട്ട് അനേകരോട് സുവിശേഷം പറയുക, എൻ്റെ ഈ സാക്ഷ്യങ്ങൾ പറയുക. സാക്ഷ്യം ഒരുപാടുണ്ട്, കാരണം ഇത് ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ. കാരണം നമ്മളെ ടീനേജ് മുതൽ ബാല്യകാലം മുതലുള്ള സാക്ഷ്യങ്ങളെല്ലാം എത്ര പറഞ്ഞാലും മതി വരാത്ത സാക്ഷ്യങ്ങളുണ്ട്. ഓരോ തുറയിലും പെട്ട ആൾക്കാരോട് പറയാനെ കൊണ്ടുള്ള സാക്ഷ്യം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ സാക്ഷ്യം മറ്റുള്ളവരോട് പറയുക, അവരെ കർത്താവിലേക്ക് കൊണ്ടുവരിക. കാരണം എനിക്കറിയാം മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായിട്ട് നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ മനസ്സിലാക്കുന്ന ഒരുപാട് കപ്പിൾസ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്കാന്ന് പറഞ്ഞിട്ട് പോകുന്ന അനേക പെൺകുഞ്ഞുങ്ങൾ, അനേക ചെറുപ്പക്കാരൊക്കെ വളരെ മോശമായ സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരമൊക്കെ എൻ്റെ ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു കാലത്ത് ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കാരണം അന്ന് എനിക്കൊരു ഉപദേശം തരാനെ കൊണ്ടോ അല്ലെ വചനം പറഞ്ഞു തരാനെ കൊണ്ടോ എനിക്ക് ആരും ഇല്ലായിരുന്നു. അന്ന് എന്നെ നേർവഴിക്ക് നടത്താനെ കൊണ്ട് ആരും ഇല്ലായിരുന്നു. ഇന്നും അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഇടയിലേക്ക് ഈ കർത്താവിന്റെ വചനമായിട്ട്, കാരണം നമുക്ക് നേരിട്ട് അവരോടൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അതൊന്നും ഇന്ന് അംഗീകരിക്കത്തില്ല. കാരണം ടെക്നോളജി വളർന്നു, ടെക്നിക്കുകൾ കൂടുതലായി, ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അവരുടെ ഇടയിലേക്ക് ദൃശ്യമാധ്യമങ്ങൾ കൂടി നമുക്ക് ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നൊരു ദൗത്യമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും കർത്താവിന്റെ ഹിതമാണെന്നുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പ്രവർത്തിക്കാനെ കൊണ്ടാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇനി ഒരു ബിസിനസ് എൻ്റെ ജീവിതത്തിൽ വേണ്ട ഞാൻ പൂർണ്ണമായിട്ട് കർത്താവിന് മുന്നിൽ സറണ്ടർ ചെയ്തു. കാരണം ബിസിനസ് മുന്നോട്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് മാറി. കാരണം ബിസിനസ് അല്ല കർത്താവിനെ പറ്റി ആഗ്രഹിക്കുന്നത്, കർത്താവിന് വേല ചെയ്യാൻ നമുക്കുള്ളതാണ്. കാരണം അത്രമാത്രം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. കാരണം ഞാൻ ഒരിക്കലും ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കാനെ കൊണ്ടുള്ള യാതൊരു അർഹതയോ യോഗ്യതയുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. കാരണം എന്നെ അത്രയ്ക്കും മോശമായിട്ടുള്ള രീതിയിൽ പലപ്പോഴും പിന്മാറ്റത്തിലോട്ട് പോയൊരു വ്യക്തിയാണ്. എന്നാൽ ഞാൻ പിന്മാറ്റത്തിൽ പോയപ്പോഴൊക്കെ എന്നെ കാത്തിരുന്നൊരു കർത്താവ് ഉണ്ടായിരുന്നു. അതാണ് എനിക്കിപ്പോഴും മനസ്സിലാകുന്നത്.
എന്നെ കാത്തിരുന്ന, എനിക്ക് വേണ്ടി മാത്രം നോക്കിയിരുന്ന ഒരു കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാ കുറവുകളും കുറ്റങ്ങളും ക്ഷമിച്ചിട്ട് അത് പൂർണ്ണമായിട്ട് ക്ഷമിച്ചുകൊണ്ട് എന്നെ ചേർത്തണിച്ചൊരു കർത്താവിന്റെ കൂടെയാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് രോഗങ്ങളോ അല്ല നമുക്ക് മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കോവിഡ് ഉണ്ടായി. കോവിഡ് വന്നപ്പോൾ വൈഫിന്റെ ഓക്സിജൻ ലെവല് 86 പോയി. പക്ഷെ അവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, അവിടെയും ദൈവം വിടുതൽ തന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് വന്നാൽ ആർക്കും, എനിക്ക് ഒരു ദിവസത്തെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ദൈവം അത്ഭുതകരമായിട്ട്, നമ്മുടെ യോഗ്യതയോ കഴിവോ എടുപ്പോ ഒന്നുമല്ല, എന്നാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടും ദൈവത്തിന് നമ്മളെ പറ്റി ഒരു പദ്ധതി ഉണ്ടാകുന്നുണ്ടും അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അവൻ എന്നെ പേർ ചൊല്ലി വിളിച്ചിരുന്നു. കാരണം ആ ഒരു വിശ്വാസം, ആ ഒരു വിളി കേട്ടിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ദൈവം പലപ്പോഴും എനിക്കത് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാനെ കൊണ്ട് കഴിയില്ല. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിന്റെ മോഹങ്ങളും ഇമ്പങ്ങളും ഒക്കെ പെട്ടിങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മളൊന്നും ചിന്തിക്കാറില്ല. ഈ ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങൾ എത്രയാണ്, എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാറില്ല. കാരണം അതൊക്കെ എൻ്റെ ബിസിനസ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്താ പറയുന്നത്, ഇതൊക്കെ എൻ്റെ കഴിവാണ്, എൻ്റെ മിടുക്കാണ്. എന്നാൽ കൊണ്ട് ദൈവം ഒരാളെ, ഒരു പ്രവാചകനെ വിട്ടിട്ട്, അല്ലെങ്കിൽ ഒരു ഭാഷയെ എനിക്കൊരു വാണിംഗ് തന്നിരാനെ കൊണ്ട് വിട്ടിട്ട് പോലും ഞാനത് കേൾക്കാത്ത വ്യക്തിയാണ്. അതൊക്കെ ഞാൻ അനുഭവിച്ചു. ഭൗതികമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. കാരണം പക്ഷെ ഞങ്ങൾ ആ നഷ്ടങ്ങളെ നോക്കാറില്ല. ആ നഷ്ടത്തിനെക്കാട്ടിൽ കൂടുതലായിട്ട് ആത്മാവിനെ നേടുന്നതിനുള്ള വരെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ആത്മാവിനെ എങ്ങനെ നേടാൻ പറ്റും, ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ പറയാൻ പറ്റും, അത് മറ്റുള്ളവർക്ക് എങ്ങനെ പ്രയോജനകരമായിരിക്കും. യൗവനക്കാരായിക്കോട്ടെ, കുഞ്ഞുങ്ങളായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ്സുകാരായിക്കോട്ടെ, തകർന്ന കുടുംബങ്ങളായിക്കോട്ടെ, ഇവരുടെയൊക്കെ ഇടയിൽ പോയിട്ട് സാക്ഷ്യം പറയാനെ കൊണ്ട് ദൈവം ഞങ്ങൾക്ക് അവസരം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാക്ഷ്യത്തിൽ കൂടി മുന്നോട്ട് പോകാനെ കൊണ്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം വിളിച്ച ദൈവം വിശ്വസനാണ്, ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയാം. ഒരു നാൾ ഞങ്ങളെ കൈവിടത്തില്ല, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിൽ കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ എറണാകുളത്തിന്റെ പ്രദേശത്തായിരിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഫിലിം ഷോ ആയിട്ട് പോകാറുണ്ട്. ഞങ്ങൾ ഒരു ഗ്രൂപ്പിൽ 3-4 ടീമുണ്ട്. ഈ 4 ടീം പല ലാംഗ്വേജിലാണ് ഇതുള്ളത്. ഇത് ഞങ്ങൾ കേരളത്തിന് വെളിയിലും ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും അതുപോലെ വിദേശത്തൊക്കെ ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും അതിനകത്തൊരു ഒരു ഒരു ടീമുണ്ട്, അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു. ഇന്നിപ്പോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. എന്നാൽ എൻ്റെ ആഗ്രഹം അതല്ല. കൂടുതലായിട്ട് കർത്താവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം, കൂടുതലായിട്ട് കർത്താവിനെ മറ്റവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അതുപരിയായിട്ട് കർത്താവിനെ കൂടുതലായിട്ട് മനസ്സിലാക്കണം, അവനെ കൂടുതലായിട്ട് രുചിച്ചറിയണം. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ആഗ്രഹം എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സുകാരനായിട്ട് ജീവിച്ചു, ഒരു ബിസിനസ്സുകാരനായിട്ട് മരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് മരിക്കുകയാണെങ്കിൽ എൻ്റെ കർത്താവിനായിട്ട് മരിക്കണം, ആത്മാക്കളെ നേടിയിട്ട് മരിക്കണം. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ, അതാണ് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ. കാരണം എനിക്ക് കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് ഒന്നേ പറയാനെ കൊണ്ടുള്ളൂ, ജീവിതം നമുക്ക് ദൈവം തന്നിരിക്കുക ഒന്നേ ഉള്ളൂ. ആ ജീവിതം കർത്താവിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനെ കൊണ്ട് ഒന്നേ ഉള്ളൂ, പേരൻസിനോട് എനിക്ക് പറയാനെ കൊണ്ട് ഒന്നേ ഉള്ളൂ. കാരണം നിങ്ങളുടെ മക്കളെ ഒരിക്കലും നിങ്ങൾ അടിച്ചു പഠിപ്പിക്കരുത്. അവർ പഠിക്കേണ്ട പോലെ പൊക്കോട്ടെ. കാരണം അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ട ദൈവത്തെയാണ് കൊടുക്കേണ്ടത്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എങ്കിൽ വൃദ്ധനായാലും അവന് വിട്ടു മാറത്തില്ല. ഇന്ന് ഈ ലോകത്തിൽ നമുക്കെല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, മൊബൈൽ ഫോൺ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ രാവിലെ എങ്ങോട്ട് പോകുന്നു നമുക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ വിശ്വാസം അവർ സ്കൂളിൽ പോകുന്നു അല്ലെ കോളേജിൽ പോകുന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ഒരുപാട് കുഞ്ഞുങ്ങൾ തെറ്റിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. ഇതെല്ലാം എന്താണെന്ന് ചോദിച്ചാൽ കൊണ്ട് അവർക്ക് പേടിയാണ്. കാരണം മാർക്ക് കുറഞ്ഞാൽ കൊണ്ട് വീട്ടിലോട്ട് ചെല്ലാനെ കൊണ്ട് അവർക്ക് പേടിയാണ്. എന്താണ് വീട്ടിലെ സ്ഥിതി, എന്താണ് അവർ പറയുക. ഞങ്ങളിവിടെ താമസിക്കേണ്ട നേരെ ഒരു 3 വീട് അപ്പുറത്തൊരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. അവള് പ്ലാസ്റ്റിക്കിന്റെ കവറ് തലയിലിട്ടിട്ട് മാസ്കിൻ ടേപ്പ് കൊണ്ട് ചുറ്റിട്ടാണ് ആത്മഹത്യ. കാരണം അത് ഗൂഗിളിലൂടെ കണ്ടതാണ്. എന്താണെന്നറിയാമോ, 2 മാർക്ക് ഒരു വിഷയത്തിന് കുറഞ്ഞതിലാണ്. ഇന്ന് ലോകം അങ്ങനെ അതമ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു. അതുപോലെ യൗവനക്കാർ ഒരുപാട് പേര് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് പോകുന്നുണ്ട്. ഈ മദ്യം എന്ന് പറയുന്ന ഒന്നും ഒരാൾ നമുക്കൊരു സമാധാനം തരത്തില്ല. മദ്യം നമ്മൾ എത്ര കുടിച്ചാലും നമുക്കൊരു സമാധാനം തരത്തില്ല. എന്നാൽ കൊണ്ട് നമുക്ക് സമാധാനം കിട്ടുന്ന ആരാണ്? നമ്മുടെ കർത്താവിൽ മാത്രമേ ഉള്ളൂ. അവൻ തരുന്ന സമാധാനം വേറെ ആർക്കും തരാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലോട്ടാണ് പോകേണ്ടത്. തകർന്നിരിക്കുന്ന കുടുംബങ്ങൾ, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം കാരണം ഒരിക്കലും സമാധാനം കിട്ടുന്നില്ല. കാരണം അവന് നാളെ എന്താകുന്ന ടെൻഷന്, ഇന്ന് നടക്കുന്ന ടെൻഷന്. അപ്പൊ അവിടെ എല്ലാം കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പ്രവർത്തിക്കാനെ കൊണ്ട് പറ്റത്തുള്ളൂ. അനേകരെ കർത്താവ് അങ്ങനെ തീയിൽ നിന്ന് വലിച്ചെടുക്കാനെ കൊണ്ട് ദൈവം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ സാക്ഷ്യം എനിക്ക് ഇതൊക്കെ തന്നെ പറയാനെ കൊണ്ടുള്ളൂ, കൂടുതലായിട്ടൊന്നും പറയാനെ കൊണ്ടില്ല. എല്ലാ പ്രേക്ഷകരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം എടുത്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം. കർത്താവിന്റെ ദാസൻ ജേക്കബ് ജോൺ സാറ് കടന്നുപോയ ആ ജീവിത സാഹചര്യങ്ങൾ, ഓരോ വ്യക്തിയുടെയും സാക്ഷ്യം മറ്റൊരു വ്യക്തിയെ തിരുത്തുവാനും അവരുടെ ജീവിതത്തിൽ മുന്നേറുവാനും
അവരുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുവാനും ഒക്കെ പര്യാപ്തമായതാണ്. ജേക്കബ് ജോൺ സാറ് തൻ്റെ ജീവിതത്തിൽ വളരെ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലവാരത്തിൽ ആരംഭിച്ച ഒരു ബാല്യകാലം, നല്ല വിദ്യാഭ്യാസം, പക്ഷേ നാടും വീടും ഒക്കെ വിട്ട് ബോംബെയിലും വിദേശത്തും ഒക്കെ പോയി പല നിലകളിൽ ഉയർച്ചയുടെ ആ പന്താവുകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴൊക്കെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവസ്നേഹത്തിലേക്ക്, ദൈവകൃപയിലേക്ക് വരുവാൻ ഇടയായിത്തീർന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. പലരും ബിസിനസ്സിൽ പ്രിയപ്പെട്ടവനോട് ചേർന്ന് നിന്ന് ബിസിനസ് ചെയ്യുവാൻ തക്കവണ്ണം കൂട്ടുകൂടിയെങ്കിലും, അല്ലെങ്കിൽ പല നല്ല വഴികൾ കൊടുക്കാമെന്ന് പറഞ്ഞ് നിർദ്ദേശിക്കുകയും അതിനു വേണ്ടിയിട്ട് പാർട്ട്ണർഷിപ്പിലൊക്കെ വരികയൊക്കെ ചെയ്തുവെങ്കിലും അവരൊക്കെ പരാജയപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ നമുക്കത് നഷ്ടങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ തക്കവണ്ണം തീർന്ന ആ വാക്കുകൾ കേൾക്കാൻ തക്കവണ്ണം കഴിയും. ഇന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന അരോമ ടിവിയിലെ ചില പ്രിയപ്പെട്ടവരെങ്കിലും ഇതുപോലുള്ളതായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാം. നമ്മൾ പണിതുയർത്തിയതായ, അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യങ്ങൾ, നമ്മുടെ അധ്വാനത്തിന്റെ ഫലമൊക്കെ ഒരു നിമിഷം മതി. ഒരു പക്ഷെങ്കിൽ നമ്മോട് സ്നേഹം പുലർത്തി നമ്മളോട് കൂടെ ചേർന്ന് പാർട്ട്ണർഷിപ്പൊക്കെ ചെയ്ത് ഒരു നിമിഷം കൊണ്ടൊരു പക്ഷെങ്കിൽ എല്ലാം കൈമോശം വരാം. അതുമല്ല, ഇതെല്ലാം സുരക്ഷിതമാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഒരു വലിയൊരു വെള്ളപ്പൊക്കം വരുന്നത്, അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സങ്കീർണമായ സാഹചര്യം ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടതായി വരും. എന്നാൽ ഇതിൻ്റെ എല്ലാം അപ്പുറമായി നമുക്കൊരു ലക്ഷ്യം, ആത്യന്തികമായ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും പരാജയങ്ങൾ എത്ര വലുതായിരുന്നാലും, സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായിരുന്നാലും, അതിനേക്കാൾ അപ്പുറമായി നമുക്കുള്ളതായ ആ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. പ്രിയ ജേക്കബ് സാറ് തൻ്റെ ജീവിതത്തിൽ ഒത്തിരി തലങ്ങളിലൂടെ കടന്നുപോയി. തനിക്ക് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ശ്രേഷ്ഠമായത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനവും കർത്താവായ യേശുക്രിസ്തുവിനുള്ളതായ സ്നേഹവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബിസിനസ്സിൽ പരാജയപ്പെട്ടവരായിരിക്കാം, സാമ്പത്തികമായ കടബാധ്യതകളിലായിരിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ജപ്തി നടപടികൾ നേരിടുന്ന പ്രിയപ്പെട്ടവരായിരിക്കാം, മറ്റ് പലവിധമായ സാമ്പത്തിക വിഷയങ്ങളുമായി ബിസിനസ് പരമായ മേഖലയിൽ തകർന്നിരിക്കുന്നവരായിരിക്കാം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നിങ്ങളെ സഹായിക്കുവാൻ മനുഷ്യർ പലരും മുന്നോട്ട് വന്നെങ്കിലും, അല്ലെങ്കിൽ വരാമെങ്കിലും, അവരൊക്കെയും ചില പ്രതീക്ഷകളുമായിട്ടായിരിക്കും വരുന്നത്. എന്നാൽ യാതൊരു വിധമായ പുകഴ്ചകളോ പ്രശംസകളോ ആഗ്രഹിക്കാതെ നമ്മളെ സ്നേഹിക്കുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന, നമ്മെ കരം പിടിച്ച് നടത്തുന്ന ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. ആകയാൽ ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, ആ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. യാക്കോബിനോട് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ കടന്നു വരുന്നതായ ഓളങ്ങളും തിരമാലകളും നീ നദിയിൽ കൂടി കിടക്കും, അത് നിന്നെ കവിയുകയില്ല. നീ വെള്ളത്തിലൂടെ കിടക്കും, അത് നിന്നെ മുക്കിക്കളയുകയില്ല. ജീവിതത്തിൽ വെള്ളപ്പൊക്കത്തിൻ്റെതായ ഒരവസ്ഥ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ആ സാഹചര്യത്തിൽ അതിൽ നിന്നും, മരണത്തിൽ നിന്നും അത്ഭുതകരമായി വിടുതൽ പ്രാപിക്കുവാനിടയായി തീർന്നതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ പ്രശ്നത്തിൽ നിന്നും അതിനെ അതിജീവിക്കുവാൻ സഹായിക്കുന്ന, നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് സ്വർഗത്തിലെ ദൈവമാണ്. ആകയാൽ ആ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ദൈവഹിതപ്രകാരം ജീവിതം നയിക്കുവാൻ, ഫലവത്തായ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി ദൈവഹിത പ്രകാരം ഏത് പ്രവൃത്തി ചെയ്യുവാനും വിശ്വസ്തയോടുകൂടി ചെയ്യുവാനും, വഞ്ചിച്ച് ആർക്കും വലിയവനാകുവാൻ കഴിയത്തില്ല. മറ്റൊരാളെ നഷ്ടപ്പെടുത്തി നമുക്ക് ഒരിക്കലും ലാഭം കൊയ്യുവാൻ കഴിയത്തില്ല. നമ്മൾ നേടുന്നതെല്ലാം അത് വെള്ളത്തിൽ വരച്ച വര പോലെ അത് മാറിപ്പോവാനിടയായി. ആകയാൽ ഒന്ന് തിരിഞ്ഞ് സ്വയം ശോധന ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ
കർത്താവിന്റെ ദാസൻ ജേക്കബ് ജോൺ സാർ അരോമ ടിവിയിലെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ കൂടി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനൊക്കെ ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നേടിയ ഒരുക്കി തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ അരോമ ടി വി ചാനലിന്റെയും ബഹുമാനപ്പെട്ട ഭാഷയുടെ കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ, അനേകർക്ക് കടന്നു വന്ന കർത്താവ് സാക്ഷ്യം പറയുവാനെ കൊണ്ടും അനേകരെ നേടുവാനെ കൊണ്ടും പ്ലാറ്റ്ഫോമായിട്ട് നിങ്ങൾ മാറ്റിയിരിക്കുന്ന നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, എന്റെ സാക്ഷ്യം കേട്ട അനേക പ്രേക്ഷകർ ഓർക്കപ്പെട്ട പ്രാർത്ഥന കർത്താവെ, ആരുടെയെങ്കിലൊക്കെ ജീവിതത്തിൽ കർത്താവ് ഒരു മാറ്റം വരുത്തുവാനെ കൊണ്ട്, ആർക്കെങ്കിലും കർത്താവ് ഒരു മനസ്സിന്റെ ഒരു സമാധാനം കൊടുക്കാനും ഉപയോഗിക്കപ്പെട്ട സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കർത്താവ് വിശേഷാൽ കർത്താദാസനെ വീണ്ടും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, കർത്താവ് ഈ സമയത്ത് ഞങ്ങൾ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിന് മയക്കുമരുന്നിന് അടിമകളായിരിക്കുന്ന അനേകം അവരുടെ ഇടയിലേക്ക് കർത്താവെ വചനം കടന്നു എന്നവർക്ക് വിടുതലുള്ളതായപ്പോൾ ഇടയാക്കുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പൊ ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ഓർത്തുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരൊക്കെയും ഭീതിയിലും പ്രയാസം കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവെ, മാർക്ക് കുറവാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വിഷമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവെ, അവരൊക്കെ ഓർത്തുമ്പോഴത്തേക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അത് മാതാപിതാക്കളെ ബലപ്പെടുത്തുമാറാകുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ബിസിനസിന്റെ ഭാരത്തിൽ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പൊ അത്ഭുതമായിട്ട് അവരെ വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്ന കുടുംബങ്ങളുണ്ട്, അവരെ ഓർത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പിന്മാറ്റത്തിലേക്ക് കടന്നുപോയി അനേക സുവിശേഷകരുണ്ടല്ലോ കർത്താവെ, കർത്താവിനെ അറിയിച്ചിട്ടും കർത്താവ് പിന്മാറ്റത്തിലേക്ക് പോയിട്ടുണ്ടല്ലോ കർത്താവെ, ഓർത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നീ കാത്തിരിക്കുന്ന ദൈവമാണല്ലോ കർത്താവെ, ഒരവസരം കൂടി എല്ലാവർക്കും നീ കൊടുക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അടിയ തന്നെ കൃപയ്ക്കായിട്ട് കർത്താവ് സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്റെ സമർപ്പിക്കുന്ന കർത്താവെ, പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിന്റെ പിതാവേ, ആമേൻ. ആമേൻ. വളരെ നന്ദി ജേക്കബ് ജോൺ സാർ, ഇത്രത്തോളം സമയം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം വിലപ്പെട്ട സമയം ചെലവഴിക്കുകയും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവച്ചതിന് കർത്താവിന്റെ ദാസനുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുടേതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ, സന്തോഷമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക, ഞങ്ങളെ വിളിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com